നമ്മളൊരു മിനിയേച്ചർ മാൾ കോൺസെപ്റ്റ് ആണ്, വളരെ ഒരു മിനിമൽ ഇതില്. അത് ശരിക്കും പിന്നീട് അത് കേരളത്തിൽ അത് പലരും അത് അങ്ങോട്ട് നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തെന്നുള്ളതാണ്. അതെ അതെ 800 കോടി എത്തിച്ചു. റീറ്റെയിലിൽ ആദ്യമായിട്ടായിരിക്കണം ഇത്രയും. ആ ലെവലിൽ അന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് നമ്മളാണ്. അന്ന് അവ കമ്പ്യൂട്ടർ സെന്ററിൽ പോയാല് ആരെങ്കിലും കുറെ പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരാളെ ഇരുത്തിയിട്ട് നമ്മൾ പറഞ്ഞ ബ്രാൻഡ് ഒന്ന് ഡിസൈൻ ചെയ്യണം. അപ്പൊ ആ വട്ടം നേരെ എടുത്ത് ഇതിലോട്ട് വെച്ചു. ഇങ്ങനെയൊക്കെയാണ് ബ്രാൻഡ് ഉണ്ടാവുന്നത്. 10, 200, 300, 400 പ്രാവശ്യം നമ്മുടെ 30 സെക്കൻഡ്സ് പരസ്യം കാണിച്ചുകൊണ്ടിരിക്കും. അതിനെല്ലാം കൂടെ 1.5 ലക്ഷം രൂപ. അത്രേ ഉള്ളൂ. അത് എത്ര സ്റ്റോർ വരെ പോയി? അങ്ങനെ ഒരു 11-12 സ്റ്റോർ 400 കോടിയോളം അന്ന് എത്തി. 2013-14 ആ കാലഘട്ടത്തിൽ തന്നെ 15 കാലഘട്ടം ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു റീറ്റെയിൽ രംഗത്ത്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഈ രംഗത്ത് ആദ്യമായിട്ടൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത് അജ്മൽ ബിസ്മിയാണ്. എന്തും പ്രോപ്പർ ചാനലിൽ ട്രാൻസ്പെറൻസി വെക്കണം. വേറെ ഒന്നുമുണ്ട്, ലീഗൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കമ്പനിയിലെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുള്ളൂ. നമ്മൾ വളരുന്ന അനുസരിച്ച് എളിമ കൂടണം. നമ്മൾ താഴത്തോട്ട് നോക്കി തന്നെ വളരണം. പണ്ട് നമ്മൾ ഗൾഫിൽ പോയ പോലെ തന്നെ ബീഹാർ, ബംഗാൾ അല്ലെങ്കിൽ UP എന്നുള്ളവര് കേരളം അല്ലെങ്കിൽ സൗത്തിലോട്ട് വന്ന് ഈ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇവിടുത്തെ എല്ലാം കണ്ട് ഇതെല്ലാം അവരവിടെ പോകുമ്പോൾ ഇത് കൊണ്ടുവന്ന് ഡെഫിനറ്റ്ലി അതിനൊരു ഗ്രോത്ത്, അവരുടെയും ബൈയിങ് പവർ കൂടുകയാണ്. നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് അജ്മൽഭായിയുടെ അഭിപ്രായം. അതെ. കേരളത്തിൽ റീറ്റെയിൽ രംഗത്ത് ഏറ്റവും ബ്രാൻഡഡായ ഒരു സംരംഭകനുണ്ട്. അത് ഒരു ചെറിയ സംരംഭമായിരുന്നില്ല, ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും അത് വളർന്ന് വലിയൊരു ബ്രാൻഡാക്കി. എനിക്ക് തോന്നുന്നു ആ രംഗത്ത് ആദ്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്ന ഒരു അധികായനാണ് ശ്രീ അജ്മൽ ബിസ്മി. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സംരംഭം തുടങ്ങിയവർക്കും സംരംഭം തുടങ്ങാനിരിക്കുന്നവർക്കും ഒരു പാഠപുസ്തകമായിരിക്കും ഈ ഇൻ്റർവ്യൂ എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ശ്രദ്ധയോടെ ഈ ഇൻ്റർവ്യൂ മുഴുവൻ കാണുക. സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലിരിക്കുന്നത് ശ്രീ അജ്മലാണ്. അജ്മൽ ഭായ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. നാട് എവിടെയാണ് അജ്മൽ ഭായിയുടെ ശരിക്കും? നാട്, ഞാൻ താമസിക്കുന്നത് നെട്ടൂരാണ്. എൻ്റെ ഫാദറിൻ്റെ നാടാണ് നെട്ടൂർ. ഉമ്മയുടെ നാട് ഈരാറ്റുപേട്ട. താങ്കൾ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് വാപ്പ എഞ്ചിനീയറായിരുന്നു, PWD എഞ്ചിനീയർ ആയതുകൊണ്ട് ഇങ്ങനെ പലയിടത്തും ട്രാൻസ്ഫറൊക്കെ ആയതുകൊണ്ട് 4 വർഷം 5 വർഷം ഷൊർണൂരുണ്ടായിരുന്നു ചെറിയ ക്ലാസ്. പിന്നെ ഞങ്ങൾ നെട്ടൂർ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കാലം NSS. പിന്നെ പഠിപ്പ് വളരെ നല്ല സ്റ്റുഡിയസ് ആയതുകൊണ്ട് പിടിച്ച് ബോർഡിങ്ങിൽ കൊണ്ടുപോയിട്ട് അതാണ് എൻ്റെ ഒരു ഗെയിം ചേഞ്ചർ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്ന് മോൾഡ് ചെയ്തെടുത്തത്, ഒരു ഡിസിപ്ലിൻഡ് ആക്കിയത് ഒരു ബോർഡിങ് ജീവിതമാണ്. അത് വടവുകോട് RMHS വടവ്, പഴയൊരു ഒരു സർക്കാർ സ്കൂളാണ്. പക്ഷേ ഹോസ്റ്റലൊക്കെ ബോർഡിങ്ങൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് കയറി. പിന്നെ കോളേജ് പ്രീ ഡിഗ്രി വീണ്ടും ഉഴപ്പാൻ ചാൻസ് കിട്ടി സെൻറ്റ് പോൾസിലോട്ട്. സ്വാതന്ത്ര്യം കിട്ടുകയാണല്ലോ. അത് കഴിഞ്ഞ് കഷ്ടിച്ച് ഒരു അന്നത്തെ സമയം എനിക്ക് തോന്നുന്നൊരു 225 മാത്സ് ഇത് കിട്ടിയാലേ എഞ്ചിനീയറിംഗ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് കിട്ടി. അങ്ങനെ മംഗലാപുരത്ത് എഞ്ചിനീയറിങ്ങിന് കയറി, പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിന് 90s ജോയിൻ ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നേരെ ബിസിനസ്സിലേക്കായിരുന്നു. അതെ. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ബിസിനസ്സിനോടാണ് താല്പര്യം. മദറിൻ്റെ വീട്ടുകാരൊക്കെ ഫുള്ളി ഇങ്ങനെ ബിസിനസ്സിലായിരുന്നു. പ്ലാന്റേഴ്സും പിന്നെ ഗ്രാൻഡ് ഫാദറാണ് നമ്മുടെ റോൾ മോഡൽ. അദ്ദേഹം ഫോറസ്റ്റ് കോൺട്രാക്ടറായിരുന്നു, ഗവൺമെൻറ് ഫോറസ്റ്റ് കോൺട്രാക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളും വളർച്ചയൊക്കെ കണ്ട് അതിലാകൃഷ്ടനായിട്ടാണ് അതിന്. പിന്നെ എനിക്ക് തോന്നുന്നു ഈരാറ്റുപേട്ട പൊതുവെ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെറുപ്പം മുതലേ കുട്ടികളൊക്കെ ബിസിനസ്സിലോട് ചാടും. ഞങ്ങൾ ഈ അവധി സമയത്തൊക്കെ പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ വലിയ ഫാമിലിയാണ് ഉമ്മയുടെ വീട്ടുകാർ. അപ്പോൾ തന്നെ ഒരു 10-35 കസിൻസൊക്കെ ഉണ്ട്. ഞങ്ങളെ കേറ്റർ ചെയ്യാൻ തന്നെ അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ അവിടെ കുട്ടികൾ 8-9 അവധിയായിരിക്കുമല്ലോ, 2 മാസം, ചെറിയ പെട്ടിക്കടയൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ അന്ന് തൊട്ടേ ഇങ്ങനെ ഒരു കച്ചവടം കണ്ടു വളർന്നതാണ്. അതാണ്, അതൊക്കെ കണ്ടാണ് നമ്മളും വളരുന്നത്. പിന്നെ ഒട്ടുപാല് കച്ചവടവും. അപ്പോൾ നല്ലൊരു നാടാണ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചാണ്. അപ്പോൾ നമ്മളും എത്രയും പെട്ടെന്ന് ബിസിനസ്സിലോട്ട് തുടക്കം എങ്ങനെയായിരുന്നു? അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ കല്യാണവും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദറിലോ ബിസിനസ് ഓൾറെഡി
അദ്ദേഹം ഗ്യാസ് ഏജൻസി ഉണ്ടായിരുന്നു, ബിസ്മി ഗ്യാസ് എന്ന് പറഞ്ഞ്, ഓക്കെ. എറണാകുളത്ത് തന്നെ. അപ്പോൾ ഞാനും നമ്മൾ ഇങ്ങനെ ചോര തിളച്ച് നിൽക്കുന്ന സമയമുള്ള അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കൂടി ഗ്യാസിൻ്റെ പൈപ്പിംഗ് വർക്ക്, റെട്ടിക്കുലേറ്റഡ് സിസ്റ്റം, ഗ്യാസ് പൈപ്പിംഗ് വർക്ക് അന്ന് അത്ര ഫേമസ് ആയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഈ ഹോട്ടൽ പൈപ്പിംഗ് സിസ്റ്റം, കിച്ചൺ എക്യുപ്മെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ അന്നത്തെ ആദ്യത്തെ ആഗ്രഹം കിച്ചൺ എക്യുപ്മെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങണമെന്നായിരുന്നു. ഓക്കെ. അതിനുവേണ്ടി കുറേയൊക്കെ പഠിച്ച് പിന്നെ ഇവിടെ ലേമഡിയിലൊക്കെ ഞാൻ ആദ്യത്തെ വെരി ഫസ്റ്റ് ലേമഡിയം, പിന്നെ അതേപോലെ വൈറ്റ് ഫോർട്ടിലൊക്കെ സപ്ലൈ ചെയ്തത്. ഓക്കെ. ബാംഗ്ലൂരിൽ നിന്നൊരു കമ്പനീൻ്റെ ഡീലർഷിപ്പ് എടുത്തിട്ട് അത് സപ്ലൈ. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഈവൻ ശബരിമലയിൽ പൈപ്പിംഗ് ഗ്യാസിൻ്റെ വർക്ക് ചെയ്ത് ഞാനൊരു 3-4 പ്രാവശ്യം ശബരിമലയിൽ കയറി ഇറങ്ങി. അതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഫ്ലാറ്റ്സിൽ, അന്ന് ഫ്ലാറ്റ്സ് ഒരു സ്റ്റാർട്ടിങ് ടൈമാണ്, ഒരു 98-99 ട്രിവാൻഡ്രത്ത് ഹീരയുടെ ഡോക്ടർ ബാബുവിൻ്റെ, അതെ, ഹീരയുടെ കൗടിയാറുള്ള ഫ്ലാറ്റിലാണ് ആദ്യത്തെ പൈപ്പിംഗ് റെട്ടിക്കുലേറ്റഡ് സിസ്റ്റം ഞാൻ തന്നെയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സംരംഭകനായി. അതെ, അങ്ങനെ ബിസിനസ്സിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇവന് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് വാല്യൂ വോളിയം ഒക്കെ അല്ലേ ഉള്ളൂ, കാര്യം ലാഭം ഉണ്ടെങ്കിലും ഒക്കെ. അപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനെ പുതിയത് തേടിയുള്ള നടപ്പാണ്. അപ്പോൾ ഇന്നത്തെ പോലെ യൂട്യൂബോ ഇതോ അങ്ങനെ അത്ര കണക്റ്റഡ് ഒന്നും അല്ലല്ലോ. 98-99 ഇപ്പം മനോരമ പത്രം അല്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിലൊക്കെയാണ് ഈ വാണ്ടഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, C&F എന്നൊക്കെ പറയും. അപ്പോൾ എന്ത് കണ്ടാലും അപ്പം അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് LGയുടെ പാലക്കാട്, തൃശ്ശൂർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. അതേപോലെ വീഡിയോകോണിൻ്റെ C&F. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലോട്ട് പയ്യെ അങ്ങോട്ട് വൈറ്റ് ഗുഡ്സ് ഇൻഡസ്ട്രിയിലോട്ട് കയറുന്നു. അന്ന് ഒത്തിരി ബിഗ് പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട്, അറിയാലോ, ഒത്തിരി പേരുണ്ട്. ഇവിടെയൊക്കെ എനിക്കൊന്ന് മജസ്റ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് ഭൂമിയിൽ നിൽക്കുന്ന സമയം. അപ്പം എന്തുകൊണ്ട് റീറ്റെയിലോട്ട്, അപ്പോഴും നമ്മൾ ഡിസ്ട്രിബ്യൂഷനിലോട്ട് ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഞാൻ പല മീറ്റിങ്ങിലും പറയാറില്ല, അല്ല പല ഇൻ്റർവ്യൂസിനും പറയാറില്ലാണ്. ഈ ഏത് മീറ്റിങ്ങിന്, കമ്പനി മീറ്റിങ്ങിന് പോകുമ്പോഴേ ഈ കമ്പനിക്കാരൊരു വെയിറ്റേജ് കൊടുക്കുന്ന റീറ്റെയിലേഴ്സിനേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ പാർട്ട്ണർ. അതെ, അതേ ചാനൽ പാർട്ട്ണർ. അതിപ്പോൾ ഞാനല്ലെങ്കിൽ വേറെ ആളെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് വരുന്നു. അപ്പം അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പം ഞങ്ങളെപ്പോഴും, ഞാനും ഫാറിലോയും പറയും, നമുക്ക് പയ്യെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ. അതെ, റീറ്റെയിലോട്ടൊന്ന് ഇറങ്ങണം. എന്നാലും രണ്ടുപേർക്കും വലിയ അതിയായ ആഗ്രഹമുണ്ട്, എന്നാൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാനും പാടില്ല. ഓക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് GCDയുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള കടയുടെ ഓപ്ഷനൊക്കെ വരുന്നത്. ഓക്കെ. അതാണ് ഒരു ടേണിംഗ് പോയിന്റ് ശരിക്കും പറഞ്ഞാൽ. അന്ന് റീറ്റെയിൽ ബിസിനസിന്റെ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഷമീൻ അറിയാൻ പറ്റും, ഇവിടെയാണ് MG റോഡാണ്. കല്ലൂരൊക്കെ ഒരു വിലയില്ലാത്ത സ്ഥലം. അതെ, വെളുപ്പിനെ ഇറങ്ങിയ പട്ടി ഓടിച്ചിടും, അതേപോലത്തെ സ്ഥിതിയാണ്. അപ്പം സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ഇത് 2-3 പ്രാവശ്യം ഓപ്ഷൻ വെച്ചിട്ട് ആള് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു 3ാമത്തെ ഓപ്ഷനിലെങ്ങാണ്ട് ലക്കിലി നമുക്ക് കിട്ടി. അപ്പം നമ്മളതിൽ കണ്ട ഒരു അഡ്വാൻറ്റേജ്, ഒന്ന് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ നല്ല പാർക്കിംഗ്. അന്ന് കൊച്ചിയിൽ അല്ല കേരളത്തിൽ, എറണാകുളത്ത് പാർക്കിംഗ് വലിയ പ്രശ്നം. പിന്നെ റെൻറ്റ് കുറവ്. അപ്പോൾ ഒരു റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും മിനിമത്തിൽ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അങ്ങനത്തെ ഒരു ബേസിക്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ലക്കിലി നമുക്ക് ഓപ്ഷനിൽ അതിലൊരു 3-4-5 സ്റ്റോറുകൾ കിട്ടി. 10,000-3,000-4,000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഒരുവിധം കുറേ കമ്പനികളൊക്കെ ആയിട്ട് പരിചയക്കാരുണ്ട്. ഇപ്പോൾ LGയിലിരിക്കുന്നതായിരിക്കും നാളെ സാംസങ്ങിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടുമല്ലോ. അങ്ങനെ എടുത്ത് ചാടി 2003 ഈ ലോഗോ പറഞ്ഞില്ല, ലോഗോയുടെ ഒക്കെ ഭയങ്കര ഒരു കഥ തന്നെയാണ്. അപ്പോൾ ഫാർലോക്ക് ഗ്യാസ് ഏജൻസി ബിസ്മി എന്ന് തന്നെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഓർത്തുന്ന ബിസ്മി എന്ന് പറഞ്ഞാൽ ഏതായാലും ഒരു ബ്രാൻഡ് ഇതിലുണ്ട്, പേരുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ നോക്കില്ല. അപ്പോൾ തന്നെ ബിസ്മി, അപ്പോൾ തന്നെ ബ്രാൻഡ് ആക്കാന്നുള്ളൊരു, അതൊരു ഗ്യാസ് ഏജൻസി ആയിട്ട് ഇരിക്കുന്നു, കലൂര് മാത്രമായിട്ട്. ഞാൻ അതിനെന്ത് വെച്ചാൽ ട്രേഡ് മാർക്കൊന്നുമില്ല, അന്ന് രജിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു, കാരണം അറിയാലോ ഇവിടെ കോമൺലി യൂസ്ഡ് നെയിമാണ് ബിസ്മി എന്നുള്ളത്, എല്ലാവരും ഇടുന്നതാണ്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നുള്ള രീതിയിൽ ബിസ്മില്ലയുടെ ഒരു ഷോർട്ട് ഫോം പോലെ ആണ്. പിന്നെ അതൊരു ബ്രാൻഡായി മാറി. അപ്പം ഞാൻ വേദന അന്ന് പ്രത്യേകിച്ച് ബ്രാൻഡ് കൺസൾട്ടൻ്റ് ഒന്നും ആരും ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഫീസ് കേട്ട് നമ്മൾ പോയില്ല.
ഞാൻ ഞാൻ നേരെ വണ്ടി എടുത്തോണ്ട് നമ്മുടെ നോർത്ത് അവിടെയാണ് അന്ന് ഈ DTP കമ്പ്യൂട്ടർ സെന്റർ സെന്റർ അത് തന്നെ ഇതെല്ലാം അറിയാം. പിന്നെ അപ്പൊ കമ്പ്യൂട്ടർ സെന്ററിൽ പോയാല് ആരെങ്കിലും കുറെ പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരാളെ ഇരുത്തിയിട്ട് നമ്മൾ പറഞ്ഞ ഇങ്ങനെ ഒന്ന് ബ്രാൻഡ് ഒന്ന് ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പേരിങ്ങനെ ഞാൻ തന്നെ വരച്ചു കൊടുത്ത അതൊരു ഇങ്ങനെ വരച്ചൊക്കെ കൊടുത്ത്. അപ്പൊ എന്തെങ്കിലും ഒരു കൊണ്ടുവരണമല്ലോ. അപ്പൊ അന്ന് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഈ മതിലുകളിലൊക്കെ പെയിന്റ് അടിച്ചും അല്ലാതെ കണ്ടേക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യൻ ഓയിലിന്റെ IOCയുടെ എഞ്ചിൻ ഓയിൽ ഉണ്ട്, സെർവോ എന്ന് പറയും, വാട്ടം. ഇപ്പൊ ഏതാണ്ട് ക്ലിയർ ആയല്ലോ. നോക്കുമ്പോ അതും ആ വട്ടം നേരെ എടുത്ത് ഇതിലോട്ട് വെച്ചു. ഇങ്ങനെയൊക്കെയാണ് ബ്രാൻഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ വട്ടം എടുത്ത് വെച്ചു, കളറൊന്ന് മാറ്റി, ചുവപ്പും നീല എടുത്തിട്ടു, ബിസ്മീന്നാക്കി. ബിസിനസ് എങ്ങനെ പോയി? അത് അതിലോട്ട് പോയി. അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ തുടങ്ങിയ അപ്പോഴും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒന്നും ഞാൻ ആദ്യം പോയില്ല കേട്ടോ. ആ ബിസിനസ് അപ്പൊ ഒരു എല്ലാത്തിനും ഇതിന്റെ പ്രായത്തിന്റെ ഒരു ചാട്ടമാണ് എടുത്തിയാടി. അപ്പൊ അതാണല്ലോ ആ ഒരു പ്രായം ഇതിൽ വലിയൊരു ഫാക്ടറാട്ടോ. നമ്മൾ ചിലപ്പോൾ ഈ പ്രായത്തിലൊന്നും അത്ര റിസ്ക് എടുക്കുന്നില്ല. അപ്പം C&F ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ച് മൂലധനം ഉണ്ടായിട്ടുണ്ട്. C&F ഒക്കെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഉണ്ടായതൊക്കെ വെച്ച് സ്വരൂപിച്ചാൽ നമ്മളൊരു സ്റ്റോറിലോട്ട് ഇതാവുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഡിഫറൻസ് ബാക്കിയുള്ള സ്റ്റോറുമായിട്ടെന്ന് വെച്ചാൽ ഒന്ന് പാർക്കിംഗ് നന്നായിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി അന്ന് എറണാകുളത്തോ അല്ലെ പുറത്തോ എത്ര വലിയ ഇലക്ട്രോണിക് സ്റ്റോർ ഇല്ല, അല്ലെ വൈറ്റ് ഗുഡ് സ്റ്റോർ ഇല്ല. പിന്നെ ഞാൻ അപ്പം ഈ സ്റ്റോർ ഇത്രയും വലുതായതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ഈ പുറത്ത് അപ്പം ഈ 98-99 ദുബായി ഒക്കെ 1-2 പ്രാവശ്യമൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ട് അപ്പം നമ്മളിങ്ങനെ ഓരോ കടകളൊക്കെ നോക്കുമല്ലോ ഇങ്ങനെ. അപ്പം പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ അവിടെ ഇലക്ട്രോണിക്സ് കടയിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലായിരിക്കും, അവിടെ തന്നെയാണ് ഇവർ ക്രോക്കറിയും വെക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സെക്ഷനിൽ നന്നായിട്ട് ക്രോക്കറി കയറ്റി. കാരണം ക്രോക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് എൻ്റെ വൈഫും ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ്. വൈഫും പറയും ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചാൽ ലേഡീസ് നന്നായിട്ട് കയറിക്കോളും, ഇവിടെ നല്ലൊരു ക്രോക്കറി സ്റ്റോർ ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയുള്ള ഷെൽഫൊക്കെ ചെയ്തിട്ട് ക്രോക്കറി ഇട്ട്. അന്ന് ആരും ഇതുവരെ വൈറ്റ് ഗുഡ്സിൽ ക്രോക്കറി കയറ്റിയിട്ടില്ല. പിന്നെ ഒന്ന് ഫില്ല് ചെയ്യാൻ എന്താ പറ്റുക വെച്ചാൽ അന്ന് എയർ കണ്ടീഷണർ ശരിക്കും വിൻഡോ AC 80% വിൻഡോ AC-യും 20% ഉള്ള സ്പ്ലിറ്റ് AC. അപ്പോൾ ഈ വിൻഡോ AC-യും അന്ന് AC-ക്ക് സെയിൽസ് ആൻഡ് സർവീസ് ഡീലേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് അവരായിരുന്നു മുമ്പിൽ ഉണ്ടായിരുന്നത്. ഈ വൈറ്റ് ഗുഡ്സ് റീറ്റെയിൽ സ്റ്റോറിൽ ആരും AC-യും വെക്കുന്നില്ല. അപ്പം നമുക്കിങ്ങനെ സ്പേസ് ഇടക്കൊണ്ട് ഒരു വാള് AC-യും കയറ്റി. അപ്പോൾ ഇത് രണ്ടുമാണ് അതിലൊരു വ്യത്യാസം കൊണ്ട്. വ്യത്യാസത്തിനേക്കാൾ ഉപരി നമ്മൾ അത് ഫില്ല് ചെയ്യാൻ ചെയ്താണ് ആവശ്യമായിരുന്നു. കാരണം ഒരു സ്റ്റോറിലോട്ട് കസ്റ്റമർ കയറുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ. അങ്ങനെ സ്റ്റോറ് തുറന്ന് ഇരുന്നു. പ്രത്യേകിച്ച് പരസ്യമൊന്നും അതിനെപ്പറ്റി വലിയ ബോധേടുമല്ല. പിന്നെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുമില്ല. അപ്പം 1-2 മാസമൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് കച്ചവടങ്ങൾ വരുന്നു. ചില ദിവസം ഒരു കച്ചവടം ഇല്ലാത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വെറുതെ ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ വൈഫ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് കാണിക്കണമല്ലോ. അപ്പോൾ 2 ബില്ലൊക്കെ വെറുതെ അടിച്ചിടും, അടുത്ത ദിവസം ക്യാൻസൽ ചെയ്യും. അപ്പോൾ വൈഫിനാകെ ഇതിനോടുള്ളൊരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ മറ്റേത് ഈ ഗ്യാസിന്റെ വർക്കൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ ട്രാവലിംഗ് കൂടുതല, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഇത് വൈകിട്ട് വീട്ടിൽ വരുമല്ലോ. അതെ, അപ്പോൾ മോളൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെ ഞാനും വൈഫും കൂടെ ആയിരുന്നു ഇതിനൊന്ന് വളർത്തണമല്ലോ. ഇത് എങ്ങനെ ആളെ നമ്മൾ MG റോട്ടിൽ നിന്നും ബാക്കിയുള്ളിടത്തുനിന്ന് വലിക്കും, ഇവിടെ വരണം, മെയിൻ ഒരു പോയിന്റ്. അപ്പം അന്നത്തെ കാലഘട്ടം ഇപ്പം അറിയാം, ഷമീന് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഏഷ്യാനെറ്റാണ് മെയിൻ ചാനൽ. ഏഷ്യാനെറ്റിന് കുറേ ചാനൽസ് ഉണ്ട്, ACV, ജൂക്ക് ബോക്സ്, മെഡ്ലി എന്ന് പറഞ്ഞ കുറേ പാട്ടുകളുണ്ട്. അപ്പം എൻ്റെ മോള് ഞാൻ പല ഇന്റർവ്യൂവിനും പറഞ്ഞതാണ്, ഇനി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും, എന്നാലും ഒന്നുകൂടെ പറയണം. ആ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ക്യാച്ച് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. അപ്പം എൻ്റെ മോള് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഈ പാട്ട് കേട്ടോണ്ടായിരിക്കും. അപ്പം ഇത് ഓരോ പാട്ട് കഴിയുമ്പോൾ 60 സെക്കൻഡ്സിൽ 2 പരസ്യം കയറി വരും. അത് ചിലപ്പോൾ ഒരു പാട്ട് ഇടും. അപ്പോൾ ഒരു ദിവസം തന്നെ 10, 50, 60 പ്രാവശ്യം തന്നെ ഇതൊരു മൈൻഡിലോട്ട് രജിസ്റ്റർ ചെയ്യാണല്ലോ. അപ്പോൾ വൈഫ് എന്നോട് ഇങ്ങനെ പറഞ്ഞ് നമുക്കെന്നാ ഇതിലൊന്ന് പരസ്യം ചെയ്ത് നോക്കിയാൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഗുഡ് ഐഡിയ. നമ്മളത് അന്ന് വേണമെങ്കിൽ നമ്മളത് തള്ളിക്കളഞ്ഞിരുന്ന് അവിടെ പോയേനെ. നമ്മളത് അപ്പം ഞാൻ വേദന അതിന് ഇത് ആരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഏജൻറ്റിന് അന്നൊക്കെ ഇത് കൊടുക്കുന്ന ഏജൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബഷീർ എന്ന് പറഞ്ഞിട്ട് തമ്മനത്തുള്ള ഒരാളെ തപ്പിയെടുത്ത് പുള്ളി ഇവരെല്ലാവരുമായിട്ട് ACV-ലൊക്കെ പരസ്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി വന്ന് യു വോണ്ട് ബിലീവ്. അപ്പോൾ വന്ന് നിന്നിട്ട്
ഓൾ കേരള അന്ന് ഓൾ കേരള ACV പരസ്യം, ജൂക്ക് ബോസ്, മെഡ്ലി, പിന്നെ ഏതോ ഒരെണ്ണം കൂടെ ഉണ്ട്, പേര് ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് അതെന്ന് പറഞ്ഞാൽ 10, 200, 300, 400 പ്രാവശ്യം നമ്മുടെ 30 seconds പരസ്യം കാണിച്ചുകൊണ്ടിരിക്കും. അതിനെല്ലാം കൂടെ 1.5 ലക്ഷം രൂപയുള്ളൂ. അത്രേ ഉള്ളൂ. ഒന്ന് നോട്ടീസ് അടിച്ചിറക്കാൻ പറ്റില്ല. അപ്പോൾ 2000. പക്ഷെ അന്ന് ആ 1.5 അതിൻ്റെ റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പാരലി നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു ഏർണിങ്സ് ഉള്ളത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഒരു ബ്രാൻഡാണല്ലോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പം കാരണം എന്നാലേ നമ്മളൊന്ന് വിസിബിൾ ആയാലേ ഉള്ളൂ നമ്മളിലോട്ട് എന്താ പറയുക സപ്ലൈസ് ഒന്ന് കണ്ണു തുറക്കുള്ളൂ. അതെ. പക്ഷേ അത് ഒരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലങ്ങോട്ട് പരസ്യം ചെയ്ത് 2 മാസം 3 മാസമൊക്കെ പരസ്യം ചെയ്യാൻ തുടങ്ങിയോടി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കാണിക്കല്ലോ ബിസ്മിൽ. അത് ഈ ബഷീർ എന്ന് പറഞ്ഞ ആൾ വരും, അല്ലൊരു ക്യാമറമാൻ വരും, ഷോപ്പിൻ്റെ അകമൊക്കെ ഷൂട്ട് ചെയ്യും, പാർക്കിംഗ് കാണിക്കും, ആമ്പിൾ പാർക്കിംഗ്, വിശാലമായ പാർക്കിംഗ്, ഷോപ്പ്, അങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഏതാണ്? അപ്പോൾ അന്ന് വേറെ ഒരു ഷോപ്പിംഗ് മാൾ സംസ്കാരമൊന്നും തുടങ്ങിയിട്ടില്ല. ആൾക്കാർ നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നു, മിഡിൽ ക്ലാസ് നന്നായിട്ട് ഗ്രോ ചെയ്ത് വരുന്നു. അപ്പോൾ കസ്റ്റമർ ഭയങ്കരമായിട്ട് ഫ്രീ, നല്ല പാർക്കിംഗ് വരാൻ തുടങ്ങിയത്, കച്ചവടം കൂടാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കച്ചവടം നല്ല ജമ്പിലോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രി തന്നെ ഒരു ടോക്കായിരുന്നു. എല്ലാ കമ്പനിക്കാർ വരുമ്പോൾ പോലും അവരുടെ ബെഞ്ച്മാർക്ക് അല്ലെ HOന്ന് അവരുടെ കോർപ്പറേറ്റ്സിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ പോലും അവർ പറയുമ്പോൾ തന്നെ ഇവരാണ് ഇത് ചെയ്തത്. കാരണം അന്ന് ആരും വൈറ്റ് ഗുഡ്സിലുള്ള ഒരാൾ പോലും എന്താണ് TV ആഡ്സ് ചെയ്തില്ല. പേപ്പർ ആഡ്സ് ഉണ്ടാവും, TV ആഡ്സ് ആരും സ്റ്റാർട്ട് ചെയ്തു. പേപ്പർ ആഡ്സ് ഒക്കെ ചെറിയ സ്ട്രിപ്പ്, ഇന്നത്തെ പോലെ ഫ്രണ്ട് പേജ് ഒന്നും ഇല്ല, ഒരു 100cc ഒക്കെ. ഇത് ബാക്കിയുള്ള ഡീലേഴ്സിന്റെ ഇടയിൽ ഒരു ഇതായി. കാരണം ഇത് ആരായി ബിസ്മി പെട്ടെന്നൊരു വരവാണല്ലോ, നമ്മൾ ഒരു സ്റ്റോറിയേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ പരസ്യം ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ അത് 5-6 മാസം കൊണ്ട് തന്നെ ആൾക്കാർ നല്ല ഫ്ലോ ആകാൻ തുടങ്ങി, കസ്റ്റമർ കയറി. അപ്പോൾ നമുക്ക് കുറേ കൂടുതൽ സാധനങ്ങൾ, ഐറ്റംസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റി. അതിൽ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഇപ്പോൾ സ്റ്റോറി തന്നെ എപ്പോഴും ഉണ്ടാവും. സ്റ്റോറി ഞാൻ ഒരു കുട്ടീനെയും കൊണ്ട് ഒരു ഫാമിലി വന്നിട്ട് പറഞ്ഞു, അവർക്ക് കുട്ടിക്ക് ബിസ്മി കാണണമെന്നും പറഞ്ഞ് കരച്ചിലാണ്. കാരണം ഇത് സ്ഥിരം ഇങ്ങനെ കണ്ട് അപ്പോൾ ആ ബ്രാൻഡ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്തേക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്. അപ്പം ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ബിൽഡ്. അപ്പം അത്രയും ലെവലിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഇതിനൊന്ന് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് വെച്ചാൽ അതിലും ചെയ്ത ഒരു ചെറിയ ഫോൾട്ട്, ചെറുതല്ല വലിയൊരു ഫോൾട്ട്. മണ്ടത്തരം. അതെ, നമ്മൾ ഈ തുടക്കത്തിലാകുമ്പോൾ എന്ന് പറയാം എവിടെ 5000 രൂപ ലാഭിക്കാൻ പറ്റുമെന്ന് നോക്കിയാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഈ ഷമീന അറിയാം, ഇപ്പോൾ ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് 38-40 ഇതുണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ട 3-4 റീറ്റെയിലിനെ കവർ ചെയ്യണതും അങ്ങനെയുള്ളതിൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ് ചിന്തിച്ചുള്ളൂ. ഓരോന്നിനും വേണ്ട 3000-4000 രൂപയൊക്കെ അന്ന് വേണമായിരുന്നു. എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം ഉണ്ട്. അപ്പോൾ 2 ലക്ഷം മുടക്കണ്ടല്ലോ എന്ന് വെച്ച് 10-20,000 രൂപയിൽ മുടക്കി അത് മാത്രം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തു. അത് വേണ്ട. പക്ഷെ നമ്മുടെ പരസ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, നമ്മളറിയില്ല. പാരലി എന്ത് ചെയ്ത് ഇതിൻ്റെ ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ 1-2 പേര് വേറെ ഇതിൻ്റെ പേരിൽ തന്നെ നോൺ സ്റ്റിക്ക്, അപ്പച്ചട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ ബിസ്മി എന്നും പറഞ്ഞ് ഇറക്കി. അവർ ട്രേഡ് മാർക്ക് എടുക്കാൻ കിട്ടി. ആ ക്ലോസിൽ അവർക്ക് കിട്ടി, നമ്മുടെ പരസ്യം കൊണ്ട് കിട്ടി. ഗൾഫില് ബിസ്മി എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത്. കാരണം ബിസ്മി ഒരു കോമൺ നെയിം എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലോ ഒരു. അപ്പോൾ ആ ട്രേഡ് മാർക്ക് അങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു പിശുക്ക് കാണിക്കരുത്. തീർച്ചയായും നമ്മൾ ആദ്യം ബൈ ചെയ്യേണ്ട എല്ലാ ക്ലാസിഫിക്കേഷനിലും എടുത്തിരണം. വേർഡ് മാർക്ക് പോലും എടുത്തു വെക്കണം. അവിടെയാണ് ഈ ഒരു സ്റ്റോറിൽ തുടങ്ങി, പക്ഷെ അവിടെ വളർച്ച അതിൽ പോരാ. എന്ത് ചെയ്തു? കാരണം പ്രായം അതല്ലേ ഉള്ളൂ. ഭയങ്കര പിന്നെ ചോരത്തിളപ്പ് ഭയങ്കര. പിന്നെ നമുക്കൊരു മൊമെന്റം കിട്ടിയല്ലോ. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വരെയുള്ളൂ. അപ്പം പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സ്റ്റോറി ഞങ്ങൾ പെരുമ്പാവൂർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. പിന്നെ അതങ്ങനെ 1, 2, 3 അപ്പം ആദ്യമായിട്ട് തന്നെ. അപ്പം പിന്നെ ഇനി വളരണമെങ്കിൽ നമ്മുടെ ബാക്ക് എൻഡ് സ്ട്രോങ് ആയിരിക്കണം. പിന്നെ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡ്സ്. ബാക്ക് എൻഡിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ അന്നൊക്കെ യൂസ് ചെയ്ത് മാറ്റിയിട്ട് ഞങ്ങൾ SAP ആദ്യമായിട്ട് വൈറ്റ് ഗുഡ്സിൽ നമ്മളാണ് കൊണ്ടുവരുന്നത്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് B1 സാപ്പൊക്കെ ചെയ്യുന്ന മനോരമ പോലുള്ള വലിയ ഗ്രൂപ്പുകളൊക്കെയാണ്. ഈവൻ മനോരമയുടെ ഒരു സബ്സിഡറി കമ്പനി ഉണ്ട്, അവരാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അവരാണ് നമ്മളെ സോഫ്റ്റ്വെയർ ഇതിൻ്റെ പ്രൊവൈഡ് ചെയ്തിരുന്നത്.
അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് അതൊക്കെ ഞങ്ങൾ അപ്പം നമുക്ക് കൺട്രോൾ കിട്ടി സിസ്റ്റം പ്രോപ്പറായപ്പോൾ നമുക്ക് സ്റ്റോക്കിൻ്റെ മുകളിൽ കൺട്രോളായി ഏജിങ് അങ്ങനെ ഇതിൽ ഏറ്റവും വൈറ്റ് ഗുഡ്സിൽ അറിയാമല്ലോ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം വളരെ തിൻ മാർജിനിൽ ഹൈ വോളിയത്തിൽ റൺ ചെയ്യുന്ന ഒരു ബിസിനസ്. ഡെഡ് സ്റ്റോക്ക് വന്നാൽ നമ്മൾ പോയി തീർന്ന്. അപ്പോൾ അത് ഏജിങ് സ്റ്റോക്ക് വരാതെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ക്യാഷ് റോളിംഗ് ആണ് ഇതിൽ, ഫണ്ട് റോളിംഗ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത്. കാരണം കമ്പനികളിങ്ങനെ നമ്മുടെ സെയിലിന് നമുക്ക് 5 പ്രൊഡക്റ്റ് പോകണമെങ്കിൽ 50 ടാർഗറ്റുമായിട്ടായിരിക്കും അടുത്ത ദിവസം വരുന്നത്. അപ്പോൾ അങ്ങനെ 10 ബ്രാൻഡുകൾ ഇങ്ങനെ പുഷ് ചെയ്യുന്നു. ഈ പ്രഷറിൽ നിന്ന് കൊണ്ട് വേണം നമ്മൾ വളരാനും. എന്നാൽ ഏജിങ്ങിലോട്ട് പോയാലും നമ്മുടെ കയ്യിൽ നിന്നേ പോവുള്ളൂ. നമ്മളത് അപ്പോൾ MIS വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു ഇതാണ്. അത് എത്ര സ്റ്റോർ വരെ പോയി? അങ്ങനെ ഒരു 11-12 സ്റ്റോർ 400 കോടിയോളം അന്ന് എത്തി. 2013-14 ആ കാലഘട്ടത്തിൽ തന്നെ 15 കാലഘട്ടം ആയപ്പോഴേ തന്നെ. ആൻഡ് ദാറ്റ് ടൈം എന്താ പറയുക, ഈ മാർക്കറ്റും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. ഇയർ ഓൺ ഇയർ നല്ല ഗ്രോത്ത് വരുന്ന മാർക്കറ്റാണ്. പുതിയ ബ്രാൻഡുകൾ വരുന്നു, ലിമിറ്റഡ് കോമ്പറ്റീഷൻ ഉള്ളു. ഇതൊക്കെ വലിയ വാലിഡ് പോയിന്റ് ആണ്. പിന്നെ അത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് അവസാനം ഒരു ഏണിംഗ് വേണമല്ലോ. നമ്മൾ വെറുതെ ബ്രാൻഡ് ഉണ്ടാക്കി നമ്മൾ അതിന്റെ ടോപ്പ് ലൈൻ മാത്രം പോരാ, ബോട്ടം ലൈനും വേണം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റും അന്നൊക്കെ നല്ലൊരു മാർജിൻസ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ഈ ഇൻഡസ്ട്രിയിൽ കുറവാണെങ്കിൽ പോലും ആ ടേൺ ഓവർ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ്സ് നല്ല ഇതാണ്. പിന്നെ സൊസൈറ്റിയിലുള്ള നമ്മുടെ ഒരു പേര് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ഞാൻ അത് പാർട്ട്ണർഷിപ്പ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പാർലറിൽ നിന്ന് മാറി ഞാൻ സ്വന്തമായിട്ട് അതെ അങ്ങനെയാണ് അജ്മൽ ബിസ്മി എന്നും പറഞ്ഞ് ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് ബിസ്മി കണക്ട് പ്രൈവറ്റ് ലിമിറ്റഡും ബിസ്മി ഹൈപ്പർ മാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പറഞ്ഞ് 2 കമ്പനി. അപ്പൊ അതിന്റെ ഒരു ചോദ്യം ഉണ്ട്, അതെ അതെ. അപ്പൊ ഇത് മാറാനും അല്ലെങ്കിൽ പിന്നെ അതിലോട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ടേൺ ഓവറിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഭയങ്കരമായിട്ട് മാറി. എന്താ പറയുക, റീറ്റെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അറിയാം 2013-14 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഇയർ ചെറിയ അറിയില്ല. ലുലുവിന്റെ കടന്നു വരും, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ കോൺസെപ്റ്റ് കയറി വരുന്നു. ഇവിടുത്തെ ഒരു ഈ പറഞ്ഞ പോലത്തെ വലിയൊരു അറിയാലോ, കൊച്ചിയുടെ അല്ലെ എറണാകുളത്തിന്റെ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എടപ്പള്ളിയിൽ ലുലു സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. ശരിക്കും ബിസിനസ്സിനെ അങ്ങോട്ട് പറിച്ചു കേട്ടു. അതിന്റെ ചുറ്റിലോട്ടും ഭയങ്കരമായിട്ട് MG റോഡിൽ നിന്നും ആ ഒരു സക്കിങ് ഉണ്ടല്ലോ. അപ്പോഴും നമ്മുടെ കലൂര് നമ്മുടെ വെരി ഫസ്റ്റ് സ്റ്റോർ, ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ഞാൻ നിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോർ എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്പർ 1 സ്റ്റോർ, ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറാണ്. അത് ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറാണ്. കേരളത്തിൽ തന്നെ ഒരു നമ്പർ 1 സ്റ്റോർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു നമുക്ക്. അപ്പോൾ ഈ ക്രോക്കറി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതുവരെ ഞാൻ സ്റ്റോറിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നത് എന്നും നല്ല എപ്പോഴും നമ്മുടെ സ്റ്റോർ എപ്പോഴും പോസിറ്റീവായിട്ട് നിന്നാലേ ഉള്ളൂ. ഈ സ്റ്റാഫും പോസിറ്റീവായിട്ട് നിൽക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് കസ്റ്റമർ ഫ്ലോ കുറഞ്ഞാൽ എന്ത് പറ്റും, ഇവരും പല ആക്ടിവിറ്റിയിൽ മാറുന്നു. ആ ഒരു ഗ്ലൂമി ഇതിലോട്ട് വരും, ഇവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ചേഞ്ച് ആവും. ഞാൻ നിൽക്കുമ്പോൾ നമുക്ക് ബിസിനസ് വാല്യൂവിൽ കുറവില്ല എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ അങ്ങനെ തന്നെ വരുന്നുണ്ടെങ്കിലും നമ്പർ ഓഫ് ഫുട്ഫോൾസ് പയ്യെ കുറയുന്നു. കാരണം അന്ന് വരെ ഇപ്പം ഇവിടെ പല സ്റ്റോറുകളിലും ഹാങ് ഔട്ട് ചെയ്ത് കാണുന്നില്ല. വലിയ സ്റ്റോറുകളുണ്ട്, ടെക്സ്റ്റൈൽ സ്റ്റോറിൽ ഹാങ് ഔട്ട് ചെയ്യുന്നവരൊക്കെ പയ്യെ അവർക്ക് പോകാൻ പുതിയൊരു സ്ഥലം കിട്ടി, ഒരു മോള് കിട്ടി, പലതും ഉണ്ട്. അപ്പൊ അപ്പം നമ്മൾ വീണ്ടും പഠനമുള്ളൂ. നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റ് അഡാപ്റ്റ് നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. മാർക്കറ്റിൽ എന്താണ് ചേഞ്ച് വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഏത് ഷോപ്പിംഗ് മാളുകളുടെയും ഇതിൻ്റെയൊക്കെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. തീർച്ചയായിട്ടും ഹൈപ്പർ മാർക്കറ്റാണല്ലോ അതിൻ്റെ ഒരു അട്രാക്ഷൻ. നമ്മൾ പോയി അതുവഴി കയറി ഇറങ്ങി എല്ലാം മേടിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ പിന്നെ എൻ്റെ ചിന്ത മുഴുവനും എന്തുകൊണ്ട് നമുക്ക് ഇനിയുള്ള സ്റ്റോറുകൾ ഈ രീതിയിൽ രണ്ടും കൂടെ ക്ലബ് ചെയ്ത്, അതെ അതാണ് ഈ ഹൈപ്പർ മാർക്കറ്റും. അതെ അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ പിന്നെ വൈറ്റ് ഗുഡ്സ് ഒക്കെ ഓക്കെ, നമ്മളൊരു 10-15 കൂടി വന്ന ഒരു 30 കമ്പനികളുമായിട്ട് ഡീൽ ചെയ്താൽ മതി. ചിലപ്പോൾ ഒരാളെ കൊണ്ട് നടക്കും, ഒരു ഓണറെ കൊണ്ട് നടക്കും. പിന്നെ അതിൽ ഫുഡ് ഇൻവോൾവ് അല്ല, SKUs ലിമിറ്റഡ് SKU, നമുക്ക് ഈസി ടു ഹാൻഡിൽ, ഇതൊക്കെ ഉള്ളൂ. പക്ഷേ ദ മൊമെന്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഫുഡ് റീറ്റെയിലോട്ട് കാലെടുത്ത് വെച്ചാൽ 3000-4000 SKU, അതിനേക്കാൾ ഉപരി ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റ് ബോഡീസുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് നമ്മൾ. ഫുഡ് പ്രോഡക്റ്റ് ആണ്. കളി മാറി. പ്രശ്നം വന്നാൽ ആദ്യം ഓണറെയാണ് കഴുത്തിൽ പിടിക്കുന്നത്. തീർച്ചയായിട്ടും.
അപ്പോൾ ഇതിലോട്ട് പോകണമെങ്കിൽ വി നീഡ് പ്രൊഫഷണൽസ്. അതെ, അതിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരും അതിൻ്റെ ഒരു പ്ലാനിങ്ങും കാച്ച്മെൻറ്റ് ഏരിയ നമ്മൾ നോക്കണം. വെറുതെ പോയി നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടല്ല, അവിടുത്തെ ഹൗസ് ഹോൾഡ്സ് ഇത് നോക്കണം, അവിടുത്തെ എന്താ പറയുക നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മന്ത്ലി ഏണിങ് പോലും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റോർ ഓരോ സൈസൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ആ സമയം നമ്മൾ പയ്യ പ്രൊഫഷണൽസിന് എല്ലാ ഇതിലും നമുക്കൊരു ബിസിനസ് ഇതിന് തന്നെ ഒരു ബിസിനസ് ഒരു മാനേജ്മെൻറ്റ് സ്റ്റഡിക്ക് വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ലെവലിലാണ് അതുകൊണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രോണിക്സ് പിന്നെ നമുക്ക് അറിയാവുന്ന മേഖലയാണ്. ആ ഒരു സെഗ്മെന്റ് കുഴപ്പം ഇതില്ല. ഫുഡും ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. പിന്നെ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം വേറെ ആരും അങ്ങനെ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇത് നമ്മള് ഇവിടെ ലുലു ഉണ്ട് വലിയ സൈസിൽ, രണ്ട് ഫ്ലോറിലാണ് വേറെ ലെവലിൽ നിൽക്കുന്നു. പിന്നെ അവർ എക്സ്പെർട്ട്, അവർ വർഷങ്ങളായിട്ടുള്ള അവർക്ക് ഇപ്പൊ ഇതാക്കണം. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ലുലു കൊടുക്കുന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു മിനിയേച്ചർ നമ്മൾ കൊണ്ട് ടയർ 2 സിറ്റീസിൽ കൊടുത്താൽ എൻ്റെ ഒരു ഫീലാണ് അത് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ഫീല് എനിക്ക്. അങ്ങനെ ഞാൻ വെരി ഫസ്റ്റ് സ്റ്റോറ് ആലപ്പുഴയിൽ തുടങ്ങുന്നു. ആലപ്പുഴ. അപ്പോൾ അന്ന് എല്ലാവരും പറയും ആലപ്പുഴ ഒരു അത്രയും ഒരു ബൈയിങ് പവറുള്ള മാർക്കറ്റ് ആണോ എന്നുള്ള സംശയം. അതൊരു 10,000 to 12,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ ഇലക്ട്രോണിക്സ് വെച്ചില്ല. ഫുഡ് ബാക്കിയുള്ള ബിസിനസ് മേഖലയിൽ തന്നെ എല്ലാവരും ആലപ്പുഴയിൽ കച്ചവടം കുറവാണെന്നേ പറയുള്ളൂ. പക്ഷേ അത് തെറ്റാണെന്നാണ് വെരി ഫസ്റ്റ് ഡേ മുതൽ പ്രൂവ് ചെയ്തത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന സ്റ്റോറും ഇപ്പോഴും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന സ്റ്റോറും എന്താ പറയുക റവന്യൂ പെർ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും ഹയസ്റ്റ് ഉള്ള വൺ ഓഫ് ദി സ്റ്റോറാണ് ഇത്. അപ്പം അങ്ങനത്തെ അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണറാണ്. കാരണം അങ്ങനെ ടയർ 2 സിറ്റീസിൽ ഇതിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് കൊടുത്താൽ എൻജോയ് ചെയ്യാൻ ആൾക്കാർ വരാൻ ഇഷ്ടം പോലെ ഉണ്ട്. ആ എക്സ്പെരിമെന്റ് വർക്കൗട്ടായി. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ, പെരിന്തൽമണ്ണ, പാലക്കാട് അങ്ങനെയുള്ള മൂവാറ്റുപുഴയൊക്കെ നമ്മൾ ലാൻഡ് ലീസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫോർമാറ്റും നമ്മൾ ട്രൈ ചെയ്ത്. ഒന്ന് നമ്മൾ ലാൻഡ് ലോഡിനെ കൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലാൻഡ് എടുത്തിട്ട് ലാൻഡ് ലീസിന് എടുക്കുന്നു. ഇതെല്ലാം എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ പരമാവധി നമ്മുടെ ഇത് കുറച്ച് നിർത്താണ്. റെൻ്റ് ഒരു ഫാക്ടറാണ്. ഏറ്റവും കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ ലാൻഡ് ലീസിന് എടുക്കുന്നു. നമ്മൾ ഒരു പ്രീഫാബ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമലിൽ. ഓക്കെ അതിനൊക്കെ ഒരു മെയിൻ നമ്മൾ നോക്കിക്കണ്ട ഒരു ബ്രാൻഡാണ് ഡെക്കാത്തലൻ. ഷമീൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ ബോർഡ് പോലും വെക്കൂല, LED ബോർഡ് പോലും വെക്കൂല. അത് തന്നെ ഒരു കോസ്റ്റ് ഉള്ളത്. അതിന് പെയിന്റിന് എഴുതേ ഉള്ളൂ ഡെക്കാത്തലൻ. എന്നിട്ട് അതിലോട്ട് 2 ലൈറ്റ് സ്പോട്ട് ചെയ്യും. അത്ര ഫ്ലോർ പോലും നമ്മളതൊക്കെ പഠിച്ചത്. അതൊക്കെ ഒരു ഫ്രഞ്ച് കൺസെപ്റ്റ്. ഭയങ്കര ഇതാണ്. ഫ്ലോർ ടൈൽ ചെയ്ത് വെറുതെ കാശ് കളയില്ല. അത് ഫ്ലോർ തന്നെ നമ്മൾ VDF ഫ്ലോറിങ് ചെയ്യും, പോളിഷ് ചെയ്തിടും. ശരിക്കും എനിക്ക് അങ്ങനെ പോകണമെന്നായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും മിനിമൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് നമ്മൾ നല്ല ഡിസ്പ്ലേ ചെയ്യുക. നമ്മുടെ കോസ്റ്റ് ബാക്ക് ആൻഡ് കോസ്റ്റ് ഇതിങ്ങനെ കോസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫർദർ ഡിസ്കൗണ്ട്സ് അധികം കൊടുക്കാൻ പറ്റാണ്ടാവും. അപ്പൊ നമ്മൾ മിനിമൽ ലീൻ ആയിട്ട് നിർത്തിയാൽ നമുക്ക് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അത് നന്നായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. അപ്പൊ 1-2 നമ്മൾ അങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻഫ്രയിൽ നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കത് ഫണ്ടിന് ഇത് പറയാനുള്ളൂ. ഫണ്ട് അതും കൂടെ നമുക്ക് ബിസിനസ് റോളിട്ട് റോൾ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ 2-3 വന്നു കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇതെന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിത് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കണമല്ലോ. ഇത് കാണിച്ചിട്ടാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നു, ഇതേപോലെ നമുക്ക് ചെയ്തു തന്നാൽ നമ്മൾ ഇത്ര വാടക തരാം. അപ്പോൾ അങ്ങനെ കുറേ പേര് വന്നു. ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ ടൗണിൻ്റെ സെൻറ്റർ ഒന്നുമില്ല, ടൗണിൻ്റെ ഒരു ഔട്ട്സ്കേർട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും. നമ്മൾ ഇതെല്ലാം നോക്കണമെന്ന് വെച്ചാൽ പരമാവധി പാർക്കിംഗ്, ഒരു 100 വണ്ടി പാർക്ക് ചെയ്യാം അവിടുത്തെ. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും അതിൻ്റെ ഈറ്റ് ഔട്ട്, അതിൻ്റെ മുമ്പിലൊരു കഫ്തേരിയ എന്തെങ്കിലും ഉണ്ടാവും. ആ രീതിയിൽ നല്ല നമ്മളൊരു മിനിയേച്ചർ മോൾ കോൺസെപ്റ്റ് ആണ്. വളരെ ഒരു മിനിമൽ ഇതിൽ ഒരു ടയർ 2 സിറ്റിയിലൊക്കെ ആവശ്യമുള്ളത്. അത് ശരിക്കും പിന്നീട് അത് കേരളത്തിൽ അത് പലരും അത് അങ്ങോട്ട് നന്നായിട്ട്
ഇമിറ്റേറ്റ് ചെയ്തെന്നുള്ളതാണ്. അതെ അതെ, ഇമിറ്റേറ്റ് ചെയ്തു, ശരിക്കും ഇമിറ്റേറ്റ് ചെയ്ത് പല ഇത് സ്റ്റോറുകളും ശരിക്കും എക്സ്പാൻഷൻ നടന്നു. നല്ല എക്സ്പാൻഷൻ നടന്നു. എത്ര സ്റ്റോർ വരെ പോയിരുന്നു? അതിങ്ങനെ 14ഓളം ഹൈപ്പർ സ്റ്റോറുകൾ വന്നു. വാവ്. ഇത് കൂടാതെ തന്നെ ഇലക്ട്രോണിക്സ് ചില സ്ഥലത്ത് നമ്മൾ സ്റ്റാൻഡ് അലോൺ സ്റ്റോറുകൾ തുടങ്ങി. അത് 10-21 വന്ന് അങ്ങനെ 21. അതെ, എത്ര ടേൺ ഓവറിലേക്ക് വന്നു? അതൊരു 800+ അതിലോട്ട് 800 കോടി എത്തിച്ചു. റീറ്റെയിലിൽ ആദ്യമായിട്ടായിരിക്കണം ഇത്രയും ആ ലെവലിൽ. അന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നേക്കണം നമ്മളാണ് അന്ന്. ഈ ഒരു ടേൺ ഓവറിൽ ഈ ടയർ 2 സിറ്റീസിലൊക്കെ ഉണ്ട്. അതിന് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതിനിടയിൽ ഈ ഇലക്ട്രോണിക്സ് ഗുഡ്സിൽ ഒരു വിസ്മയിപ്പിക്കുന്ന ലോകമാണ്. അതെ, ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് ആർക്കും പിടികിട്ടിയിട്ടില്ല. കാരണം പേപ്പർ തുറന്ന ഫുൾ പേജ് ആഡാണ് തന്നെ. എല്ലാവരും കൂടി ചേർന്ന് ഒരു സീസൺ. പണ്ടൊക്കെ നമുക്ക് വല്ല ഓണവും ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ, ഇന്നിപ്പോൾ റിപ്പബ്ലിക് ഡേ വന്നാലും എന്ത് വന്നാലും സ്കീമുകൾ. അത് MRP എവിടെ കിടക്കുന്നു, കസ്റ്റമർക്ക് ഓഫർ ചെയ്യുന്ന പ്രൈസ് എവിടെ കിടന്നു, ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ഇത് ഈ പ്രൈസിന് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നു? അല്ല, അത് എന്ന് പറഞ്ഞാൽ ബൈയിങ്, നമ്മൾ ബൾക്ക് ബൈയിങ് ആണ്. നമ്മളിത് ടേൺ ഓവർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ, കമ്പനികളിലൊക്കെ പല സ്ലാബുകൾ ഉണ്ടാവും. ഹയസ്റ്റ് സ്ലാബ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു LG സാംസങ്ങിനൊക്കെ 100 crores ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്ത് അതിന് മുകളിൽ ചെയ്യുമ്പോൾ യു ഗെറ്റ് അഡീഷണൽ 1 or 2%, 3% അങ്ങനെയൊക്കെ. അപ്പം അതിലോട്ടൊക്കെ എത്തുമ്പോഴാണല്ലോ നമുക്ക് ആ കോമ്പറ്റീഷൻ, ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അപ്പർ ലെവൽ. അപ്പം അതിലോട്ട് എത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പരമാവധി വിറ്റിറങ്ങണമല്ലോ. ഇത് മേടിച്ച് നമുക്ക് മണി പവർ ഉണ്ടെന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ വെയർ ഹൗസ് വെച്ചിട്ട് കാര്യമില്ല. ഇത് മൂവ് ചെയ്യണം. കാരണം ഇതിനൊരു ഏജിങ് സ്റ്റോക്ക് ആയിക്കഴിഞ്ഞാൽ പ്രശ്നം, മോഡൽ ചേഞ്ച്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു റിസ്കി ബിസിനസ്സാണ്. പക്ഷേ ഭയങ്കര ചലഞ്ചിങ്. ബിസിനസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. കാരണം വോളിയം ഗെയിമാണ്. ഹൈ വോളിയം ഗെയിം. പെട്ടെന്ന് പറഞ്ഞ റോളിംഗ് ആണ് ഇതിന്റെ മെയിൻ. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ റോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു അതേപോലെ ഒരിക്കലും ഡെഡ് സ്റ്റോക്ക് വരാൻ പാടില്ല. ഒരു 30 daysനകത്ത് തന്നെ പറ്റുമെങ്കിൽ ഇറക്കി വിടണം. അല്ല മാക്സിമം പോയ ഒരു 60 days. ഇത് ക്യാഷ് ആൻഡ് ക്യാരി ആണെന്നുള്ളതാണ്. അത് തീർച്ചയായും. ഇത് എല്ലാവരും വിജയം. ആൾക്കാരുടെ ഒരു വിചാരം എന്താ, തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കമ്പനി ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണതാണ്. ഒറ്റ കമ്പനി ഇല്ല അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കണത്. അങ്ങനെയാണെങ്കിൽ കമ്പനി വണ്ടേ പൂട്ടി പോകും. തീർച്ചയായിട്ടും. കമ്പനി ക്യാഷ് ആൻഡ് ക്യാരിയാണ് ഓപ്പറ. ക്യാഷ് ആൻഡ് ക്യാരി അല്ലെങ്കിൽ കൂടി വന്നതിന് അവർ എന്ത് ചെയ്യും, ഒരു 15 ദിവസം ക്രെഡിറ്റ്. അപ്പോൾ വീണ്ടും നമ്മൾ 2% പോകും. 2% എന്നൊക്കെ പറഞ്ഞാൽ 5-10 കോടി രൂപയുടെ 2% എന്ന് പറഞ്ഞാൽ എവിടെ പോയി? ഇവിടെ ക്യാഷ് ആൻഡ് ക്യാരി ബൈയിങ് പവർ. അപ്പം നമ്മൾ ചാനൽ ഫിനാൻസോ അല്ലെ ബാങ്കിൻ്റെ ഓഡിയോ എടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഓൺ ഫണ്ട് എടുക്കുമ്പോൾ നമ്മളിത് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് മേടിച്ച് നമ്മൾക്കൊരു കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണമല്ലോ. ഇത് ഇന്ന് മേടിച്ചാൽ ഈ 30 daysനകത്ത് വിറ്റിറങ്ങിയിരിക്കണം. ഈ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിൽ സക്സസ് ആണ്. സോഫ്റ്റ്വെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ചോദിച്ചോട്ടെ, ഈ 21 സ്റ്റോറും 14 സ്റ്റോറുമായിട്ട് ഈ വളർച്ചയാണ് 800 കോടി വിറ്റുവരവുണ്ട്. പക്ഷെ അവിടെയൊക്കെയാണ് പിന്നീടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഈ ബാങ്കും ഈ പറയുന്ന ചാനൽ ഫിനാൻസിംഗ് ഒന്നും നടക്കില്ല. ഇൻവെസ്റ്റ്മെന്റ് വന്നേ പറ്റുള്ളൂ. അതെ അതെ, അവിടെയാണ്. അതിനേക്കാൾ ഉപരി എന്താണ് നമ്മുടെ ടീം ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കാരണം നമുക്ക് പറയാൻ എളുപ്പമാണ് 21 സ്റ്റോർ അല്ലെങ്കിൽ 14 ആയി പറഞ്ഞത്. കാരണം ഒരു ലിമിറ്റ്, ഒരു ഇത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിലോട്ടൊരു ചേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് മാൻ പവറിലാണ്. നല്ല ടീം, ടെക്നോളജിയാണ്, പിന്നെ മാൻ പവറാണ്. ടെക്നോളജി, മാൻ പവറിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി മാൻ പവർ, ട്രസ്റ്റ്വർത്തി, ഓണർഷിപ്പ് എടുക്കുന്നത്, റിസ്ക് ടേക്കിംഗ്. പലരും എന്താണ് ഒരു സേഫർ സോണിലോട്ട് പോയി നിൽക്കും. കച്ചവടം കുറേ എന്താ പറയുക, 2 ചിന്താഗതിയുണ്ട്. ചിലവരെന്ന് പറഞ്ഞാൽ സാറിങ്ങനെ പരസ്യം ഇട്ടോളും, അപ്പോൾ കച്ചവടം വന്നോളും, നമ്മളൊരു സൈഡിൽ അങ്ങനെ നിന്ന് തൊട്ട് കൊടുത്താൽ മതി എന്നാണ്. ചിലവരങ്ങനെയല്ല, അതിൻ്റെ ആ റിസ്ക് എടുത്ത് നാളെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി പരസ്യങ്ങളോ എക്സ്പെൻസോ ഇല്ലാതെ നമുക്ക് ഈ ടേൺ ഓവർ എത്തിക്കാൻ പാകത്തിന് ഡൗൺ ലൈനിൽ അവരുടെ ടീമിനെ ബിൽഡ് ചെയ്യും. അപ്പോൾ അവരെ കണ്ടെടുക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സെലക്ഷൻ എങ്ങനെ അവർ നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, ഞാൻ പറയുവാണെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡോറ് തുറന്ന് കൊടുക്കാൻ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് വരെ അറിഞ്ഞിരിക്കണം. എന്നാലേ ആ കമ്പനി വിജയിക്കുള്ളൂ. അപ്പോൾ ടെക്നോളജി വേണം, നല്ല ആൾക്കാരുണ്ട്. അവിടെയാണ് ഈ ഫണ്ടിങ്. അതെ, അതിലെനിക്ക് തോന്നുന്നു റീറ്റെയിൽ രംഗത്ത്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഈ രംഗത്ത് ആദ്യമായിട്ടൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത് അജ്മൽ ബിസ്മിയാണ്. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത്? അല്ലേ, ഒബ്വിയസ്ലി നമുക്കിതിന് സ്കെയിലപ്പ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അപ്പം നമ്മളിത് ലിമിറ്റഡ് കമ്പനി ആക്കിയപ്പോഴും
ഇതെല്ലാം ഞാൻ പറഞ്ഞ ബിസിനസ് കൺസൾട്ടൻറ്റും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെയൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതില്ല. ആ ഒരു ലൈനിലൊക്കെ നമ്മൾ ചിന്തിച്ചത് കൊണ്ടുമാണ് ഇതായത്. അപ്പം നമ്മുടെ കമ്പനി ആ രീതിയിലുള്ളൊരു പ്രൊഡക്റ്റും കൂടെ നമ്മളാക്കി. ഓക്കെ, ടേൺ ഓവർ ബിൽഡ് ചെയ്യുന്ന കൂടെയും എബിറ്റ പോസിറ്റീവ് ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കമ്പനിയെ നമ്മൾ വെൽ മെയിൻറ്റെയിൻ, എന്താ പറയുക, നന്നായിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെ നമ്മൾ ആര് കണ്ടാലും നമുക്കൊന്ന് താലോലിക്കാൻ തോന്നണം, അല്ലെങ്കിൽ എടുക്കാൻ തോന്നണം, അല്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പ്രശ്നമില്ല എന്നുള്ള തോന്നുന്ന രീതിയിലുള്ള ബ്രാൻഡ് ബിൽഡിങ്, നമ്മുടെ ക്രെഡിബിലിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റാഫിങ്, നമ്മുടെ ആ ടീം ഇതിനെ റൺ ചെയ്യുന്ന ടീമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതിൻ്റെ അട്രീഷൻ പെർസെൻറ്റേജ് പോലും ഇവർ ഡ്യൂ ഡിലിജൻസ് വരുമ്പോൾ അവർ നോക്കും. കാരണം വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാഫിംഗ് ഉള്ള അല്ലെങ്കിൽ നിൽക്കുന്ന സ്റ്റാഫ് ഉള്ളപ്പോഴാണ് ആ കമ്പനിയെ അത്ര വിശ്വസിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള ഇത് വരുന്നത്. അല്ലാണ്ട് ഇയർ ഓൺ ഇയർ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമാണ് ചെയ്തേക്കുന്നത്. കേരളത്തിൽ പല ലാൻഡ് ലോഡ്സ് നമ്മൾ ലീസിനെടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ പൊതുവേ നമ്മൾ കേരളത്തിൽ നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഒരു 100 രൂപ സ്റ്റാമ്പ് പേപ്പറിലോ 500 രൂപ പേപ്പറിലോ വെറുതെ 10 വർഷത്തേക്ക്, ഓരോ വർഷം കൂടെ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ഇൻക്രീസ് എന്നൊക്കെ പറഞ്ഞത് അതൊന്നും ഇതിൽ പറ്റില്ല. ഇതൊക്കെ ഡീഡൊക്കെ രജിസ്റ്റേർഡ് ആയിരിക്കണം. അതൊരു മിനിമം ഒരു 15 വർഷമൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ 20 വർഷത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ നോക്കുന്ന അവർ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര വർഷം കൊണ്ട് അവർക്ക് റിട്ടേൺ എടുത്ത് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത പബ്ലിക് ലിസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ അവർ ഇട്ട കാശിന് അതിന് റിട്ടേൺ കിട്ടണമല്ലോ. അതിനുള്ള പീരീഡ് ഇതിനുണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഉണ്ടോ, മാർക്കറ്റ് സൈസബിൾ ഗ്രോയിങ് ഉണ്ടോ, ഇതെല്ലാം. പിന്നെ അതേപോലെ സ്റ്റോർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, നമ്മുടെ സപ്പോർട്ട് എല്ലാം നമ്മൾ അവർ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും. ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതിന്റെ വാല്യുവേഷൻ. അതെ, വാല്യുവേഷൻ. ആ വാല്യുവേഷന്റെ ക്രൈറ്റീരിയ ആണ് ഈ പറയുന്നതെല്ലാം. ഇതാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. പിന്നെ നമ്മുടെ ക്രെഡിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഡിസിപ്ലിൻഡ് ആവണം, വളരെ ഡിസിപ്ലിൻ. കമ്പനി പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്തും പ്രോപ്പർ ചാനലിൽ ട്രാൻസ്പെറൻസി വെക്കണം. നമ്മളൊരു സാലറീഡ് ആയിട്ടേ നമ്മൾ ഇരിക്കുന്നുള്ളൂ. ഓക്കെ, ബാങ്ക് നോക്കുമ്പോൾ എന്താണ്, അവർ തന്നേക്കുന്ന ലോൺ നമ്മൾ വ്യതിചലിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഡിപ്ലോയ് ചെയ്തോ നോക്കും. ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ്, വേറെ ഒന്നുമുണ്ട്, ലീഗൽ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കമ്പനിയിലെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു SAP ഒക്കെ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. കാരണം അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിട്ട് നടന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുവാണെങ്കിൽ, ഞങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവർ ഏറ്റവും വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അസറ്റ്സ് മുഴുവൻ കോഡ് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അങ്ങനത്തെ ഒരു ലോക്കൽ പ്ലെയറൊന്നും അവർ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അവർ പറഞ്ഞ ചില സ്റ്റേറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് വാലും തലയില്ല എന്ന് പറയുന്നത്. ബുക്കിൽ കാണും 100 കോടി രൂപയുടെ അസറ്റ് ഉണ്ട്, ഫിസിക്കലി നോക്കുമ്പോൾ. നമ്മുടെ കേസിൽ ഓരോ ഇൻഡിവിജ്വൽ ചെയർ പോലും നമ്മൾ അതിന് ഒരു കോഡിങ് കൊടുത്ത് അസറ്റ്സ് ഇന്നതാണ്, പ്രോപ്പർ വർക്കിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്രിഷിയേറ്റഡ് വാല്യൂ, അപ്പോൾ എന്തും നമുക്ക് പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. എന്നിട്ട് പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വരാൻ 10 മാസം എടുത്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു എത്രമാത്രം ഡ്യൂ ഡിലിജൻസും ഇത്രയൊക്കെ നമ്മൾ ഇതായിട്ട് പോലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടി അവർ പഠിക്കാനെടുത്ത സമയവും അവരുടെ ചോദ്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടും ഇവരുടെ ഓരോ ദിവസത്തെ ചെക്ക് ലിസ്റ്റ് കണ്ടാൽ നമ്മളവർക്ക് ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു കമ്പനിക്ക് വേണ്ടി നോക്കേണ്ടതായിരുന്നോ എന്ന് ചിന്തിച്ചു പോകും. വലിയൊരു ലേണിംഗ് ആണ്, അതൊരു ലേണിംഗ് കർവാണ്, ഭയങ്കര ലേണിംഗ് ആണ്. അപ്പം നമ്മുടെ കൺസൾട്ടന്റ്, ഞങ്ങളുടെ സൈഡിൽ നിന്ന കൺസൾട്ടന്റ് എന്നോട് ആദ്യമേ സൈൻ ചെയ്യുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞു, അജ്മൽ ഭായ്, ഇത് ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ കിട്ടുന്ന മണിയൊക്കെ വലിയ എമൗണ്ടുകളാണ്, കണ്ണൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ആലോചിച്ചോണം, ഇത് ഒരു ടഫ് പ്രോസസ്സാണിത്. ഓക്കെ, ചിലപ്പോൾ ഇതിന്റെ പകുതിയൊക്കെ എത്തുമ്പോൾ നമ്മൾ തന്നെ ഇത് വേണ്ടായിരുന്നോ എന്ന്, പെയിൻഫുൾ പ്രോസസ്സാണ്, ഭയങ്കര പെയിൻഫുൾ പ്രോസസ്സാണ്. നമുക്കൊരു പരിധി വിട്ട് കഴിയുമ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ടിട്ടുള്ള റിസ്ക് ആയി പോയോ എന്നുള്ളൊരു തീർച്ചയായും അതൊക്കെ ഞാൻ അതെല്ലാം അനുഭവിച്ചു, ശരിക്കും അനുഭവിച്ചു. പക്ഷെ അതൊരു ലേണിംഗ്, അത് ഭയങ്കര ലേണിംഗ് ആണ്. അന്ന് പലരും ഈ പറഞ്ഞ പോലെ ഞാൻ അപ്പോൾ ആലോചിച്ചോണം, ഞാൻ ഈ
98 മുതൽ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാത്തിലും എടുത്ത് ചാടുന്നു, ഇതാക്കുന്നു. അന്നും പുറകോട്ട് വലിക്കാനോ ഒത്തിരി വേണ്ട. പക്ഷെ എപ്പോഴും വൈഫൊക്കെയാണ് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത്. കാരണം ഒന്നിലോട്ട് ഇറങ്ങി ഞാൻ അങ്ങനെ അതിനെ ഒരു ഷേപ്പ് ആക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതെ, നന്നായിട്ട് ബ്രാൻഡ് അതെ നന്നായിട്ട് പഠിക്കും. അല്ലെങ്കിൽ ഒരു ലക്ക്, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണല്ലോ ഇതെല്ലാം. നമ്മള് അതിനേക്കാൾ ഉപരി നമ്മുടെ മാതാപിതാക്കൾ പഠിച്ചു ആരെയും ചതിക്കരുത്, പറ്റിക്കരുത്, വാല്യൂസ്, അത് ഇതിലൊരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ പല അപ്സ് ആൻഡ് ഡൗൺസ് വന്നപ്പോഴും നമ്മൾ അവരെ നന്നായിട്ട് നമ്മുടെ സപ്ലയേഴ്സിനെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് പല സന്ദർഭങ്ങളും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ഒരു ലെവൽ വിട്ട് നമ്മളിങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരം വരും. തീർച്ചയായും നമ്മൾ താഴത്തോട്ട് നോക്കാൻ എന്നേക്കാൾ വലിയവനില്ല എന്നുള്ളൊരു ചിന്ത വരും. ആ സമയങ്ങളിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കാണാതെ ചിലപ്പോൾ നമ്മൾ തിരക്കുകൾ കൊണ്ട് ഇതാവുന്നതായിരിക്കും. പക്ഷെ അപ്പം നമ്മുടെ ആ അഹങ്കാരം സ്റ്റാഫുകളിൽ വരാം. മനസ്സിലായി, ഇവർ ആ രീതിയിലുള്ള ഇൽ ട്രീറ്റ്മെന്റ് ഈ സപ്ലൈസിലോട്ടൊക്കെ വരാം. അറിയാമല്ലോ, പല രീതിയിൽ പിന്നെ വരും, അല്ലെങ്കിൽ ഒരാഴ്ച വേണ്ടി വരില്ല, പേയ്മെന്റിന് വേണ്ടി നടത്തിക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവരുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാതിരിക്കുക. ഇതിലൊന്നും നമ്മൾ നിൽക്കരുത്. ഒരു വാലിഡ് ഇതാണ്. ഇത് കേൾക്കുന്നവരും നോക്കേണ്ടതായിരുന്നു. നമ്മൾ വളരുന്ന അനുസരിച്ച് എളിമ കൂടണം. നമ്മൾ താഴത്തോട്ട് നോക്കി തന്നെ വളരണം. മാർക്കറ്റിങ്ങിന് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമായിരിക്കും. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ അതെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. പക്ഷെ നമ്മുടെ കമ്പനിയിൽ ഒരു ഒബ്ജക്റ്റീവ്, ഒരു പ്രൊസീജിയർ ഉണ്ടാവണം. കസ്റ്റമർ ഈസ് എ കിങ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സപ്ലയേഴ്സും കിങ് തന്നെയാണ്. അതുപോലെ ട്രീറ്റ് ചെയ്യേണ്ടി, അതുപോലെ അവരെ ട്രീറ്റ് ചെയ്യണം. എക്സലന്റ് പോയിന്റ്. അശ്വൽ ഭായിയോട് ചോദിച്ചോട്ടെ, താങ്കളുടെ സ്ഥാപനത്തിലേക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വന്നെന്ന് പറഞ്ഞ പോലെ താങ്കളും ഒരു ഇൻവെസ്റ്റർ ആണ്. എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഉമ്മയുടെ സൈഡിൽ ഈ കൃഷി ഇതൊക്കെ ആയിരുന്നു. അതിനോടും കമ്പമുണ്ട്. അതെ, എനിക്ക് ഭയങ്കര കൃഷിയോട് ഭയങ്കര ഒരു പണ്ടുതൊട്ടേ താല്പര്യമുള്ളൊരു ആളായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഫാമിങ്ങിലോട്ട് ഇറങ്ങണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു കമ്പനി വേറെ ഉണ്ടായിരുന്നു, ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഇമ്പോർട്ട്. ഞങ്ങളുടെ തന്നെ സ്റ്റോറുകളിലോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെ ഞാനൊരു കമ്പനി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കമ്പനിയായിരുന്നു F&V, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാനേജ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്പനി ഞാൻ പിന്നെ അങ്ങോട്ട് ഇപ്പം നല്ല രീതിയിൽ അങ്ങോട്ട് സ്കെയിലപ്പ് ചെയ്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ടെക്നോളജി ഒക്കെ ഇനിയിപ്പോൾ ഈ അന്നെടുത്ത പോലെ തന്നെ ഉള്ള എഫോർട്ടുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. മകനും എന്താ പറയുക, മകളും മരുമോനും ഒക്കെ അതിൽ ആക്റ്റീവായിട്ടുണ്ട്. കാരണം എനിക്ക് അതിലൊരു ഭയങ്കര ഫ്യൂച്ചർ കാണുന്നുണ്ട്. പാഷൻ ഉണ്ട്. മാത്രമല്ല ഈ പെറിഷബിൾ ഐറ്റമാണ് ഇത്, ഡാമേജ് കൂടുതലാണ്. ഇങ്ങനെയുള്ള റിസ്കി ബിസിനസ്സിൽ കോമ്പറ്റീഷൻ ഒരു പരിധിവരെ കുറവുണ്ടാവും. അല്ലെങ്കിൽ നമുക്കിതിൽ അതൊക്കെ എങ്ങനെ കുറക്കാൻ പറ്റിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നുള്ള ഇതൊരു പഠനമാണല്ലോ. അതെ, അങ്ങനെ വിജയിക്കുമ്പോഴാണ് നമുക്കൊരു ആത്മസംതൃപ്തി ത്രില്ലും വേണമല്ലോ. വെറുതെ നമ്മളിപ്പോ സ്കെയിലബിൾ ആണ്. കുറെ നമ്മുടെ കയ്യിൽ കുറെ കാശുണ്ട്, കുറെ സ്വർണം മേടിച്ച് അതിന് വില കൂടിയെന്ന് പറയുന്ന എല്ലാവരും അർത്ഥമില്ലല്ലോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളും എൻഗേജ്ഡ് ആവുകയുള്ളൂ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. താങ്കളപ്പോ വെജിറ്റബിൾസിന് ഫ്രൂട്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ സ്പോർട്സിൽ എന്താണത്? സ്പോർട്സ് എന്ന് പറഞ്ഞാല് ഫുട്ബോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം. അപ്പൊ ഇപ്പം സൂപ്പർ ലീഗ് കേരള എന്നും പറഞ്ഞ് കേരളത്തിലാണ്. അപ്പോൾ അതിൽ ഞാനും ഒരു വൺ ഓഫ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. മലപ്പുറം FC, അതിൻ്റെ ഫ്രാഞ്ചൈസി മലപ്പുറം ക്ലബിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തേക്കണ ഞങ്ങളൊരു കൺസോർഷ്യം ഉണ്ട്, 8 പേര് കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ ആക്റ്റീവായിട്ടുണ്ട്. കേരളത്തിൽ മലപ്പുറമാണല്ലോ ഫുട്ബോൾ. അപ്പം മലപ്പുറം പിന്നെ ഞാൻ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ സാറ്റ് തിരൂർ എന്നും പറഞ്ഞ ഒരു ക്ലബ്ബ് പണ്ട് ഞങ്ങൾ തന്നെ ഇടയ്ക്ക് 3-4 വർഷം സ്പോൺസർ ചെയ്തിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അവിടെയുള്ളവരുമായിട്ട് നമ്മൾ നല്ല അറ്റാച്ച്മെന്റ് പണ്ട് തൊട്ടേ ഉണ്ട്. പിന്നെ സമാന ചിന്താഗതിക്കാരാണ്. കാരണം ഇതിന് വേണ്ട ഒരു ടീം വർക്കാണ്. ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു ടീം ഉണ്ടെങ്കിലേ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ലത്. കാരണം ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്, ഫോറിൻ കോച്ച്, ഇവരുടെ ഈ 3-4 മാസത്തെ സീസൺ ഭയങ്കര പഠനമാണ്. ഈ പഠനത്തെക്കാൾ ഉപരി നമ്മൾ ഒരു 10-20 വർഷം വയസ്സ് കുറയുന്ന പോലെ. കാരണം ഇതുവരെ ബിസിനസ്സിൽ അനുഭവിച്ച ടെൻഷനെക്കാട്ടി കൂടുതൽ ടെൻഷനാണ് നമ്മുടെ ടീം കളിക്കാറുള്ളത്. ജയിക്കണം അപ്പൊ കളിയൊക്കെ. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു 4 മാസം ശരിക്കും ഭയങ്കര. പിന്നെ
എന്താണിത് സൊസൈറ്റിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഷമീനർ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇന്നൊന്നും നമുക്ക് അതിന് റിട്ടേൺ വരില്ല. ഒരു CSR കൂടിയാണ്. അതെ, അല്ലെങ്കിൽ ഒരു ടൈം എടുക്കും നമുക്ക് അതിനൊരു ബ്രാൻഡ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ, ഒരു വാല്യുവേഷൻ വരും. പക്ഷെ അടുത്ത തലമുറയെ കൈപിടിപ്പിച്ച് ഒരു ആരോഗ്യവാന്മാരാക്കുന്ന ഒരു പരിപാടി. യൂത്ത് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇത് വന്നതോടുകൂടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ സെക്കൻഡ് സീസണിൻ്റെ ട്രയൽസ് ആയിരുന്നു മലപ്പുറത്ത്. എന്തോരാ കുട്ടികളാണ് വരുന്നതെന്നറിയും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ക്ലബ്സുകൾ ഗെയിംസിലോട്ടൊക്കെ ആൾക്കാർ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതുകൊണ്ട് ക്ലബ്ബുകൾ ഇഷ്ടംപോലെ ഇപ്പോൾ സൗദിയൊക്കെ തന്നെ. അപ്പം നല്ല രീതിയിൽ വളർന്നു വന്നാൽ നല്ല ഏണിങ്സാണിത്. അപ്പോൾ യൂത്തിന് ഇതിപ്പോൾ പണ്ട് ഇപ്പോൾ എഞ്ചിനീയറിങ്ങോ ഡോക്ടറോ അല്ലെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ UK പോകുന്ന പോലെ തന്നെ നമുക്ക് പാരലി ചിന്തിക്കാവുന്ന ഒരു പ്രൊഫഷനായി മാറാൻ പറ്റും. നല്ല പൈസ കിട്ടും, ഭയങ്കര പൈസയും ഫെയിമും, പിന്നെ അവന് ഇഷ്ടപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും പാഷൻ പ്രൊഫഷൻ ആക്കുക. അതെ ഭയങ്കര. അപ്പൊ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണിത്. തീർച്ചയായിട്ടും നമ്മൾ മാത്രമല്ല, ഇതേപോലെ 6 ഫ്രാഞ്ചൈസീസ് ഉണ്ട്, സൂപ്പർ ലീഗ് കേരള. അപ്പൊ ഇതൊരു ഞങ്ങൾ മൊത്തത്തിലാണ് ഒരു ടീം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒരേപോലെ ചിന്തിക്കും. ഞങ്ങൾ മലപ്പുറം മാത്രമോ അല്ലെങ്കിൽ കാലിക്കറ്റ് മാത്രമോ കളിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് എല്ലാവരും ഒരേപോലെ കളിക്കുമ്പോഴാണ് ഇതിന് ഹരം വരുള്ളൂ. ഹരം വരുമ്പോഴേ ആൾക്കാർ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ, സ്പോൺസേഴ്സ് വരുള്ളൂ, അത് വളരുള്ളൂ. വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? വേറെ റിയൽ എസ്റ്റേറ്റ് ആണ് ഇതിന്റെ കൂടെ. ഈ പറഞ്ഞ പോലെ ആസ് യൂഷ്വൽ ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ കമേഴ്സ്യൽ ലാൻഡുകളിലാണ് ഡെവലപ്പ് ചെയ്ത്. ഇപ്പം നമ്മൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഒരു മൾട്ടി MNCക്ക് എന്താണ് റിക്വയർമെന്റ്. അപ്പം അതിന് പറ്റുന്ന രീതിയിൽ ടയർ 2 സിറ്റീസിലൊക്കെ ഡെവലപ്പ് ചെയ്യുക, അത് റെന്റ് ഔട്ട് അല്ലെങ്കിൽ റിസോർട്ട്സും ഉണ്ട്. കേരളം അറിയാമല്ലോ, ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് ടൂറിസമാണ്. അപ്പം അതിപ്പം ഇപ്പോൾ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് 10-30 50-100 മുറികളിലോട്ട് കീസിലോട്ട് പോകുന്നതിനേക്കാളും നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എ ഗ്രൂപ്പ് ഓഫ് 15 ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഒരു 15 പേര് 20 പേരെ കേട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൊട്ടീക്ക് റിസോർട്ട് പോലെ. എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് ആൽസ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഓരോ ഇപ്പൊ ഞങ്ങള് വാഗമണില്, കുട്ടിക്കാനം പ്ലാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ മൂന്നാർ, ഇവിടേക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് അതിനെ സ്ലോലി ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മക്കൾക്ക് രണ്ടുപേർക്കും ബിസിനസിനോട് പാഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വൈഫും ഒരു സംരംഭകയാണ്. വൈഫ് ബൊട്ടീക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ബൊട്ടീക്ക് നടത്തുന്നതാണ്. പനമ്പള്ളിയാറിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മോള് ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ മോളിപ്പോൾ ഒരു ജെന്ന എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്, മോള് മാരേജ് കഴിഞ്ഞിട്ട് ദുബായിലാണ്. അപ്പം അവളിപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തായിരുന്നു, ഒരു ട്രങ്ക് ഷോ. ഭയങ്കര സക്സസ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലുള്ള ബൊട്ടീക്കൊക്കെ വെച്ച് ഈ ഫാഷൻ സ്റ്റോഴ്സൊക്കെ വെച്ചിട്ട് ചെയ്താണ്. ഇനിയിപ്പോൾ നവംബറിൽ ദുബായിൽ 2 days ഇത് ചെയ്യുന്നു. മോൻ പിന്നെ ഇപ്പം ജസ്റ്റ് ഡിഗ്രി ഇതായെങ്കിലും വളരെ ആക്റ്റീവായിട്ട് എല്ലാവർക്കും ഒരു ആയിരിക്കാം. അത് അങ്ങനെ നമുക്കറിയില്ല, അതൊക്കെ ഫ്യൂച്ചറിലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എല്ലാവരും പിന്നെ നമ്മളും അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ ഫാദർ എന്ത് ചെയ്യുന്നു അതിൻ്റെ പുറകെ നമ്മളും ഇങ്ങനെ സാധ്യത കൂടുതലാണ്. അപ്പം അതിൽ ആക്റ്റീവായിട്ട് മോനും ഇപ്പം ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ടിലൊക്കെ നന്നായിട്ട്. അതുകൊണ്ട് ഈ കോൺവെർസേഷൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ റീറ്റെയിൽ രംഗത്തേക്ക് ഇറങ്ങാനിരിക്കുന്ന സംരംഭകരോട് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? കേരളത്തിൽ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, കേരളത്തിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനൊരു നെഗറ്റീവ് പോലെ പറയുന്നതല്ല. ഓക്കെ, ഞാൻ കണ്ടെടുത്തോളം ഏത് ഇൻഡസ്ട്രിയും കേരളത്തിൽ ഇപ്പോൾ ഒരു സാച്ചുറേഷൻ പോയിന്റിലോട്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും ഓവർ കോമ്പറ്റീഷനാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ചിലരിപ്പോൾ തുടങ്ങുന്നവരും സക്സസ് ആവുന്നുണ്ടാകും. പക്ഷേ ഞാൻ പറയുന്ന നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുന്നതിന് അതിനൊരു ലാഭം ഉണ്ടാണ്. അപ്പം കാരണം നമ്മുടെ ഒരു ലൈഫാണ് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ ഫാമിലി ലൈഫിനെക്കാട്ടും അതിനേക്കാളും കൂടുതലൊക്കെ നമ്മളായിട്ട് ഇൻവോൾവ് ആണ്. അതിനുള്ള റിട്ടേൺ ഇപ്പം നമ്മളിപ്പോൾ എടുത്ത് കാണുന്ന ഇപ്പോൾ വൈറ്റ് ഗുഡ്സ് ആവാം, സൂപ്പർ മാർക്കറ്റ്സ് ആവാം, ഗോൾഡ് ആവാം, അതിലൊന്നും അത്ര ഒരു റിട്ടേൺ കേരളത്തിൽ നിന്ന് ആരും ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പഴയ വെറ്ററൻസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അതിൻ്റെ കാര്യം എസ്റ്റാബ്ലിഷ്ഡ് അവരുടെ എക്സ്പീരിയൻസ്, അവരിയ്ക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. ഓക്കെ, ഒരു പുതിയ ആൾ വന്നു കഴിയുമ്പോൾ
ഈ ഒരു ഡിഫറൻസ് കൊണ്ടുവന്ന് വേണമല്ലോ നമ്മളിത് ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്ന് നമ്മുടെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഭയങ്കര ഹയർ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം ഇതെല്ലാം കവർ ചെയ്തിട്ട് വേണമല്ലോ നമ്മളൊരു ഒരു മാർജിനിലോട്ട് വരാൻ വേണ്ടി. പിന്നെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള കോസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അന്ന് എനിക്ക് വെറും 5000 രൂപക്കാണ് ഞാൻ ഡിസൈൻ ഉണ്ടാക്കിയത്. 1.5 ലക്ഷം രൂപയ്ക്കാണ് പരസ്യം കൊടുത്തത്. അതെ, ഇന്ന് ഇതുവല്ലോ 1.5 കോടി കൊടുത്താലും നടക്കില്ല. അതെ, നടക്കില്ല. അപ്പൊ ആ റിസ്ക് റേഷ്യോ ഭയങ്കര കൂടുതലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സജഷൻ? ഞാൻ പറയുന്നത്, മലയാളി ട്രേഡിങ്ങിൽ ഒരു എക്സ്പെർട്ടാണ്. നമ്മൾ പണ്ട് എല്ലാവരും ഇപ്പൊ ഒരു വീട്ടിൽ എന്നെ നമ്മൾ വാപ്പാനെ ഉമ്മാനെ കണ്ട് വളരുമ്പോൾ അവരുടെ കുറെ മാനസ് കിട്ടുന്ന പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് റീറ്റെയിലിംഗ് ആണ്, ട്രേഡിംഗ് ആണ്. അത് തന്നെയാണ് നമ്മൾ പോയിട്ട് ഗൾഫിലും ചെയ്തത്. അതെ, ഒത്തിരി സക്സസ്ഫുൾ പേഴ്സൺസ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ മലയാളിക്ക് അതിനുള്ള കഴിവുണ്ട്. ഏത് ട്രേഡിങ് ഇതുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നന്നായിട്ട് നമുക്ക് തന്നെ. അപ്പം നമ്മൾ ഈ രണ്ട് കേരളവും ഗൾഫും മാത്രം ചെയ്യാതെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റായി മാറണം. ഓക്കെ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നോർത്തേൺ സൈഡിലോട്ടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബോർഡർ കവർ ചെയ്ത് അപ്പുറത്തോട്ട് ഈ എക്സ്പീരിയൻസ് മുഴുവനും നമ്മൾ അവിടെ കൊണ്ടേ തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യണം. ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ 2000 അല്ലെ 2005 2010 കാലഘട്ടം കേരളം എങ്ങനെയായിരുന്നു ആ ലെവലാണ് ഇപ്പം. ബാക്കി അങ്ങനെ നമ്മളൊരു ഇന്ത്യക്കാരനാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും തുടങ്ങാം. മിഡിൽ ക്ലാസ് ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് വരുന്നു. ഇപ്പം നിങ്ങൾ പല സ്റ്റേറ്റ്സിൽ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ അറിയാം, എല്ലാവരിലും ഫണ്ട് നന്നായിട്ട് വരുന്നത്. കാരണം അഗ്രികൾച്ചറൊക്കെ ഭയങ്കര, നമ്മൾ പണ്ട് കണ്ട UP അല്ല, പണ്ട് കണ്ട ഗുജറാത്ത് എല്ലാം വളരെ എല്ലാവരിലും ഫണ്ട് നന്നായിട്ട് വരുന്നുണ്ട്. എവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ പോയി തുടങ്ങിയപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പോലെ തുടങ്ങി വന്ന പോലെ തന്നെ എവിടെ തുടങ്ങി അത് പഠിക്കണം. ഞാനിപ്പം നമ്മളൊരു വേഗമായിട്ട് ഞാൻ പറയുന്നെങ്കിലും അവിടെയാണ് ഒരു ചെറിയ ചോദ്യം, ഭാഷ പഠിച്ചിരിക്കണം. അത് ഏറ്റവും ഷമീം പറഞ്ഞത്, ആദ്യം നമുക്ക് ഒരു ഹിന്ദിയോട് വലിയൊരു താല്പര്യം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നില്ല, അത് മാറണം. ഞാനെൻ്റെ മാനോടും പറയും, നീ ഇനിയിപ്പം പഠിക്കുകയാണെങ്കിൽ ഇപ്പം രാജഗിരിയിലാണ് ചേർന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യം ബോംബെയിൽ വല്ലതും കൊണ്ടത്. കാരണം ഭാഷ ഹിന്ദി നന്നായിട്ട് ഇപ്പോൾ കുറേ പേര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും മലയാളവും ഇംഗ്ലീഷും കിടന്ന് കളിക്കുന്നു. അത് പോരാ, ഇത് ലോക്കൽ മാർക്കറ്റ്, റൂറൽ മാർക്കറ്റ് അല്ലെ ഇന്ത്യയുടെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഹിന്ദിയായി അവിടുത്തെ ഭാഷയായി പഠിച്ചിട്ട് തന്നെ പോകണം. അത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ മലയാളിയുടെ ഈ കഴിവ് വെച്ചിട്ട് ഈസി ആയിട്ട് ഈ ബ്രാൻഡെല്ലാം അവിടെ ഇതിൻ്റെക്കാളും വലിയ രീതിയിൽ, കാരണം വലിയ മാർക്കറ്റുകളുമാണ്. ഇപ്പം നമ്മളിവിടെ 3.5 കോടി ജനങ്ങൾ കേരളത്തിൽ, 13, 14, 15 കോടിയൊക്കെയാണ് ബീഹാറിൽ, അല്ലെ അതിൻ്റെ ഇരട്ടിയും കണ്ടുണ്ട് UP-ലുണ്ട്. അപ്പോൾ ജനത്തിനൊരു കുറവില്ല, ആൾക്കാരിലോട്ട് ഫണ്ട് നന്നായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഗ്രോയിങ് മാർക്കറ്റാണ്. അതെ, പിന്നെ ഇതിൽ പലരും നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഇവിടെ വന്ന് പണ്ട് നമ്മൾ ഗൾഫിൽ പോയ പോലെ തന്നെ ബീഹാർ, ബംഗാൾ അല്ലെങ്കിൽ UP എന്നുള്ളവർ കേരളം അല്ലെങ്കിൽ സൗത്തിലോട്ട് വന്ന് ഈ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇവിടെ ഇതെല്ലാം കണ്ട് എത്ര ലക്ഷം ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇതെല്ലാം അവരവിടെ പോകുമ്പോൾ ഇത് അത് കൊണ്ടുവന്ന് ഡെഫിനറ്റ്ലി അതിനൊരു ഗ്രോത്ത്, അവരുടെയും ബൈയിങ് പവർ കൂടുകയാണ്. നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതെ, എൻ്റെ അഭിപ്രായം അതാണ്. എൻ്റർപ്രണേഴ്സ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനോട് താല്പര്യം, അല്ലാണ്ട് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തൊട്ടടുത്ത് ഒരു കട കണ്ട് അവിടെ ഡെയിലി നല്ല കച്ചവടം ഉണ്ടെന്നും പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രൈസ് വാറാണ് നടക്കുന്നത്. പ്രൈസ് വാർ ഒരിക്കലും നമ്മളെ ഒരു ലെവലിലോട്ട് എത്തിക്കില്ല. വെറുതെ എന്താണ് അൺഹെൽത്തി കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുവാണെങ്കിൽ ടുവേർഡ്സ് നോർത്തേൺ സൈഡിലോട്ട് ഇത് ഭയങ്കരമാണ്. അത്രയൊന്നും സൗത്തിലോട്ട് ഇല്ലെങ്കിൽ പോലും കേരളത്തിൽ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലമൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടിക്കാണ് നമ്മൾ നോർത്തേൺ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ. ഒരാൾ കച്ചവടം വിജയിപ്പിച്ചാൽ അപ്പം തന്നെ അപ്പുറത്ത് വേറെ കൊടുക്കുന്നു, അവനുമായിട്ട് പ്രൈസ് വാർ നടത്തുന്നു, അടിക്കുന്നു, രണ്ടുപേരും ഒന്നും ഇല്ലാണ്ടാവുന്നു. മനസ്സിലായോ? ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. കാരണം അടുത്തൊരു സ്റ്റെപ്പിലാണ് ഈ അസോസിയേഷൻ. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വാക്ക് എന്നും പറഞ്ഞൊരു അസോസിയേഷൻ, സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഒരു അസോസിയേഷനാണ്. അപ്പോൾ ഇന്നലെ അതിൻ്റെ അടുത്ത ഞാൻ ഇന്നലെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത എക്സിബിഷൻ ഒക്ടോബറിൽ വരെയാണ്. ഒരു വലിയ എക്സിബിഷനാണ്, ഓൾ കേരള എക്സിബിഷൻ അഡ്ലക്സിൽ വെച്ചിട്ട് ഒക്ടോബറിൽ 3, 4, 5 ഒക്കെ. പക്ഷെ ഇതൊക്കെ അങ്ങനത്തെ കൺസോർഷ്യം അല്ലെങ്കിൽ എന്താ പറയുക കോൺക്ലേവ് അല്ലെങ്കിൽ എക്സിബിഷൻസ്
ഇതൊക്കെ ഉറപ്പായിട്ടും ഇതേപോലെ ഉണ്ടാവണം. ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരാണ് അതിന് ശരിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ള ഇതിൽ വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കോമ്പീറ്റ് ചെയ്യല്ല, കോംപ്ലിമെന്റ് ചെയ്യണം. ശരിക്കും നമ്മൾ ഇങ്ങനെ പല ഈഗോസും അവിടെ തേഞ്ഞുമായി പോകും. ഡെഫിനറ്റ്ലി വേണം നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വില കുറച്ച് തന്നെ കസ്റ്റമർക്ക് കൊടുക്കണം. പക്ഷേ നമ്മൾ അതൊരു നെഗറ്റീവ് സെയിൽസിലോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പം ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് കയറാൻ പറ്റില്ലത്. അതേപോലെ നമ്മുടെ ആ ചിന്താഗതി മാറണം. ഞാൻ മാത്രം വളർന്നാൽ മതി, എൻ്റെ അടുത്തുള്ളവൻ നശിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത അതിൽ വരുന്നില്ല. നമ്മളും വളരണം, അവരും വളരണം. എന്നാലേ മാർക്കറ്റ് മൊത്തം ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഈ അസോസിയേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഇന്നലെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു. കാരണം അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വന്ന് എല്ലാവരുമായിട്ട് പറയുമ്പോൾ ആ ബന്ധങ്ങൾ, അപ്പോൾ നമ്മളൊരു പരിധി വിട്ട് നമ്മൾ അനാവശ്യ ഒരു കോമ്പറ്റീഷനിലോട്ട് പോവില്ല. മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കാം. നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രൈസ് ഒരു പരിധി വരെ പറ്റിയില്ലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50-60% നടക്കും. ഒരു വിൻ സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകണം. അത് മസ്റ്റാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നു ഇവിടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ മാർജിൻസ് ഇങ്ങനെ തിന്നായിട്ട് വരുന്നു ഒരു സൈഡിൽ നമ്മുടെ. പിന്നെ അവസാനം എന്താണ്, നമ്മുടെ ഇതൊരു ഓട്ടപ്രദർശനമാണ്. എങ്ങനെയെങ്കിലും രണ്ടറ്റവും കൂടെ മുട്ടിക്കല്ലോ, ബാങ്കിനെ നോക്കാം, സർവൈവലാവുന്നു. അങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല, ലാഭം ഉണ്ടാക്കണം. മാന്യമായിട്ടുള്ള ആർത്തി പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഓവർ ഇതല്ല, മനുഷ്യനെ ചീറ്റ് ചെയ്തുകൊണ്ടുള്ളതല്ല, മാന്യമായിട്ടുള്ള ഒരു ലാഭം ഉണ്ടാവണം. അത് എനിക്ക് തോന്നുന്നു ഇനി മാർക്കറ്റ് കേരളത്തിൽ മാത്രമല്ല നമ്മൾ നോക്കേണ്ട. പല റീറ്റെയിൽ പല ബ്രാൻഡുകൾ, ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, പലരുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് മൊമെൻറ്റ് ഞങ്ങൾ കേരളത്തിൻ്റെ ബോർഡർ വിട്ട് ബാക്കി സ്റ്റേറ്റ്സിലോട്ട് കയറിയപ്പോഴാണ് ദ റിയൽ പ്രോഫിറ്റ് ഞങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങിയെന്ന് പറയുന്നത്. കറക്റ്റ്, മനസ്സിലായോ? കാരണം അവിടെയൊക്കെ ഇപ്പോഴും വേർജിൻ മാർക്കറ്റ്സ് ആണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ നാട് ഇതായതുകൊണ്ട് നമ്മൾ ബ്രാൻഡ് ഇവിടെ ബിൽഡ് ചെയ്യണം, ഡെഫിനറ്റ്ലി വേണം. പക്ഷേ ഇവിടെ തന്നെ കിടന്ന് നമ്മൾ തമ്മിൽ തല്ലുന്നതിനേക്കാൾ ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊല്ലത്ത് തുടങ്ങണം, തിരുവനന്തപുരത്ത് തുടങ്ങണം എന്നല്ല പറഞ്ഞു. തിരുവനന്തപുരം തുടങ്ങിയാൽ അടുത്ത് നമ്മൾ ഓർക്കേണ്ടത് എങ്ങനെയെങ്കിലും ചെന്നൈ പോയി തുടങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ. ഇറ്റ്സ് വെരി ക്ലോസ് അല്ലേ? ലോകം ഇപ്പോൾ വളരെ കണക്ടിവിറ്റി ഭയങ്കര അടുത്താണ്. നിങ്ങൾ കേട്ടു അജ്മൽ ബിസ്മി എന്ന സംരംഭകൻ്റെ ആ യാത്ര. ഒരു വിസ്ഡം, അറിവ് അദ്ദേഹം നേടിയത് എക്സ്പീരിയൻസിലൂടെയാണ്. ആദ്യപ്രായത്തിൽ എടുത്തുചാട്ടമാണ് സത്യത്തിൽ സംരംഭം എന്ന് പറയുന്നത്. ആ എടുത്തുചാട്ടമാണ് നമ്മളെ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ റിസ്കിൽ നിന്ന് കിട്ടുന്ന മെച്യൂരിറ്റിയാണ് പിന്നീട് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ 21ഓളം സ്റ്റോറുകൾ, 14ഓളം സൂപ്പർ മാർക്കറ്റുകൾ, അത് വളർത്തി വലുതാക്കി കേരളത്തിൽ ആദ്യമായി ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല ഇന്ന്. അത് വിജയിച്ചതിന് പിന്നിൽ ഹാർഡ് വർക്ക് ഉണ്ട്, കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ ഏത് അറ്റം വരെ പോകും എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ശ്രീ അജ്മൽ ബിസ്മി. അദ്ദേഹം അത് വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുകയാണ്. വാല്യൂസിൽ ഊന്നിയ ബിസിനസ് ആണെങ്കിൽ വളരും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. അത് മാത്രമല്ല, വരും തലമുറയ്ക്ക് അദ്ദേഹം നല്ലൊരു ഉപദേശം നൽകുന്നുണ്ട്. നമ്മൾ ഇടുങ്ങിയ ചിന്താഗതി മാത്രമല്ല, കച്ചവടം ചെയ്യണമെങ്കിൽ ലാഭം വേണം. ആ ലാഭം ഉണ്ടാക്കാൻ ഇവിടെ മാത്രം ചിന്തിക്കേണ്ട, എവിടെ ലാഭമുണ്ടോ അവിടെ നമുക്ക് ചെയ്യാമല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അജ്മൽ ഭായ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നൊരു മിനി MBA ആയിരുന്നു ഈ ചർച്ച എന്ന് തോന്നുന്നു. ഒരു പുതിയ സംരംഭകർക്ക് നല്ല ആശയങ്ങൾ രസകരമായൊരു ചർച്ചയായിരുന്നു അത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു സംരംഭം നടത്തുന്നവർക്കും നടത്താനിരിക്കുന്നവർക്കും ഒക്കെ ഒരു മാതൃകയാവാം ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ തവണ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ താങ്കളുടെ ഈ പുതിയ വെഞ്ചേഴ്സൊക്കെ വളരെ നന്നാവട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു.